السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ വിജ്ഞാനവേദിയുടെ സംഘാടകരായ സഹപ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്നത്തെ ഈ ഒരു സായാഹ്നത്തിൽ റബ്ബിന് പ്രീതിപ്പെട്ട അവൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി ഇത് കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് വലിയ ഒരു ആശങ്കയായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊതു തലമുറയാണ്. കാലത്ത് മദ്രസയിലേക്ക് പുറപ്പെട്ട ഒരു പെൺകുട്ടിയെ കാണുവാനില്ല എന്ന മെസ്സേജ് ഇന്ന് നേരം വെളുത്തപ്പോ നാം ആദ്യമായി കണ്ട വാർത്ത അതാണ്. ഉമ്മയോടുള്ള ഈർഷ്യത തീർക്കാൻ തനിച്ച് അവൾ വീട് വിട്ടിറങ്ങിയെന്നും കണ്ണൂരിൽ വെച്ച് കുട്ടിയെ കണ്ടെത്തിയെന്നുമൊക്കെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത. കുട്ടി എവിടെയുണ്ട് എന്നറിയുന്ന സമയം വരെ ആ കുടുംബവും ആ നാടും ആ വാർത്ത കേട്ട ആളുകളും അനുഭവിച്ച മാനസിക അവസ്ഥ എത്രത്തോളമായിരിക്കും, എന്തെല്ലാം അവരുടെ മനസ്സിൽ മിന്നിമറഞ്ഞു കാണും. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവിഹിതങ്ങൾ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്നു. നൊന്തു പ്രസവിച്ച മാതാവിനോടും പിതാവിനോടും മക്കൾ ചോദിക്കുന്നത് എനിക്കെന്താ സ്വാതന്ത്ര്യമില്ലേ എന്നാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാൻ, ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ
എനിക്ക് സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അകത്തളങ്ങളിൽ മിന്നിമറയുന്ന അനുഭവങ്ങൾ ആ കുട്ടിയെ വയറ്റിലുള്ള സമയത്ത് ഡോക്ടർ ഉമ്മയോട് പറഞ്ഞ വാക്ക്, ഉമ്മ, ഈ കുഞ്ഞിനെ പ്രസവിച്ചാൽ ഒരുപക്ഷെ ഒന്നുകിൽ നിങ്ങളുടെ മരണം അല്ലെങ്കിൽ കുഞ്ഞിന്റെ മരണം. അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മരിച്ചാലും എൻ്റെ കുഞ്ഞ് ജനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടിക്ക് അവർ ജന്മം കൊടുക്കുന്നത്. ഇല്ലായ്മയും വല്ലായ്മയും എന്തെന്നറിയിക്കാതെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ മക്കളാണ്. ഒന്നിനും മാത്രമായപ്പോൾ തനിക്കിഷ്ടപ്പെട്ടവന്റെ മതം പോലും നോക്കാതെ, അവന്റെ സ്വഭാവ ദൂഷ്യങ്ങൾക്ക് യാതൊരുവിധ ഗൗരവവും കൊടുക്കാതെ, ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരുമിച്ച് ജീവിക്കണമെന്ന് അവർ രണ്ടുപേരും പ്രായത്തിന്റെ വൈകാരികതയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ വീട് വിട്ടിറങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ഒരു പുരുഷായുസ് കാലം കൊണ്ട് മാതാപിതാക്കൾ ഉണ്ടാക്കിയെടുത്ത യശസ്സും പ്രൗഢിയും മദ്യവിൽപ്പനയുടെ ലഹരി സേവനത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ട മക്കൾ നശിപ്പിച്ചു കളയുകയാണ്. മക്കൾ അഭിമാനമുണ്ടാക്കിയില്ലെങ്കിലും അപമാനമുണ്ടാക്കരുതേ എന്ന മിനിമം റേഞ്ചിൽ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ ഉയരങ്ങൾ താണ്ടി മക്കളുടെ പേരിൽ നാം പ്രശസ്തരായില്ലെങ്കിലും പ്രശ്നമില്ല. മക്കൾ നമുക്കുള്ള വിലയും നിലയും അഭിമാനവും തകർക്കാതെ, നമുക്കുള്ള സമാധാനം നഷ്ടപ്പെടുത്താതെ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ എവിടെയാണ് അബദ്ധം സംഭവിക്കുന്നത്, എവിടെയാണ് തിരുത്തുകൾ ആവശ്യമുള്ളത്, എവിടെയാണ് നാം ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നത് പഠിക്കേണ്ടതാണ്. എല്ലാം പഠിച്ചവരെ കൊണ്ടാണ് നാം ചെയ്യുന്നത്. നമ്മുടെ വീട് നിർമ്മിച്ചത് പഠിച്ചവരാണ്. നമ്മുടെ വീട് പെയിന്റ് അടിച്ചത് നല്ല പരിചയമുള്ള ആളുകളാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം നാം ചെയ്യിക്കുന്നത് പരിചയ സമ്പത്തുള്ളവരെ കൊണ്ടാണ്. അയാൾ എങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആണോ എന്ന് ചോദിക്കും. ഓ, അയാൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ അയാളെ തന്നെ ഏൽപ്പിക്കാം എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ മക്കളുടെ കാര്യം, ഭാവിയിലെ വലിയ വലിയ നേതാക്കന്മാർ, മതപണ്ഡിതന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, സമൂഹത്തെ നയിക്കേണ്ട നായകന്മാർ, ഇവരെല്ലാം ജന്മം കൊള്ളുന്നത് ഓരോ കുടുംബത്തിലാണ്. ലേബർ റൂമിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് ഒരു കുഞ്ഞിനെ തരുമ്പോൾ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ശുദ്ധമായ പ്രകൃതിയിലാണ് അവൻ ജനിച്ചത്. അവനന്ന് കള്ളുകുടിയനല്ല, അവൻ വ്യഭിചാരിയല്ല, അവൻ തമ്മാടിയല്ല, അവൻ തോന്നിവാസിയല്ല, അവൻ മാതാവിനെയും പിതാവിനെയും ചീത്ത വിളിക്കുന്നവനല്ല, അവൻ കുരുത്തം കെട്ടവനും അനുസരണക്കേടുള്ളവനുമല്ല, അവൻ വിശുദ്ധരിൽ വിശുദ്ധനാണ്. ആ സമയത്ത് മരിച്ചാൽ നേരെ സ്വർഗത്തിൽ പോകാൻ മാത്രം ശുദ്ധിയുള്ളവനാണ്. ഹജ്ജും മബ്രൂർ, പുണ്യകരമായ ഹജ്ജ് നിർവഹിച്ചവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച രൂപത്തിൽ അവന് തിരിച്ചു വരാൻ സാധിക്കും. പ്രസവിച്ച കുഞ്ഞ് ശുദ്ധനാണ്. ആ ശുദ്ധൻ ജനിച്ചു വളരുന്നത് നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ കുടുംബത്തിലാണ്, നമ്മുടെ കൈകളിലൂടെയാണ്, നമ്മുടെ പരിലാളനയിലാണ്. അവിടെ മുതൽ തുടങ്ങണം നമ്മുടെ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ദൗത്യം. ഒരു മാസം നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എത്ര പണം ചിലവഴിക്കുന്നു? വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഉമ്മ, അവർ ജീവിതത്തിന്റെ വിലപ്പെട്ട എത്ര മണിക്കൂറുകളാണ് തന്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ആ നീണ്ട മണിക്കൂർ നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെത്ര രൂപ നമുക്ക് കിട്ടും? അത്രയെല്ലാം ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഭൗതികമായ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുമ്പോൾ ഈ ഭൗതികത കൊണ്ട് മാത്രം കുട്ടികളിൽ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ചില ആളുകൾ വിചാരിച്ചത്, എനിക്ക് കിട്ടാത്തതൊക്കെ എൻ്റെ മക്കൾക്ക് കൊടുക്കണം, ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളൊന്നും എൻ്റെ മക്കൾ അനുഭവിക്കരുത്,
അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ എന്റെ തകർച്ചക്കും എന്റെ പരാജയത്തിനുമൊക്കെ കാരണം എന്റെ കുടുംബത്തിന്റെ ഇന്ന ഇന്ന അവസ്ഥകളാണ്, അതുകൊണ്ട് അവിടം ഞാൻ തിരുത്തിയാൽ എന്റെ കുടുംബം തിരുത്തപ്പെടും. ചില ആളുകൾ അങ്ങനെ വിചാരിക്കും. ചില ആളുകൾ വിചാരിക്കുന്നത് എന്റെ ഉമ്മയുടെ സ്ട്രിക്ട്നെസ് കൊണ്ട്, എന്റെ ഉപ്പയുടെ ഗൗരവ സ്വഭാവം കൊണ്ടാണ് ഞാൻ തെറ്റിലേക്ക് പോകാതിരുന്നത്, അതുകൊണ്ട് എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എങ്ങനെയാണോ എന്നെ പോറ്റിയത് അതുപോലെ ഞാൻ എന്റെ മക്കളെയും പോറ്റും, എന്നാലാണ് എന്റെ മക്കളെ എന്റെ കയ്യിൽ കിട്ടുക എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഇതിലൊക്കെ ഒരുപാട് ആപേക്ഷികതകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല, എല്ലാ ജെൻഡറും ഒരുപോലെയല്ല, ആണും പെണ്ണും ഒരിക്കലും തുല്യമല്ല. ചിലപ്പോൾ ചില രക്ഷിതാക്കൾ പറയാറുണ്ട്, മോളെ കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല, അവൾ അവളുടെ കാര്യങ്ങളൊക്കെ ചിട്ടയായിട്ട് എഴുതും, വായിക്കും, പഠിക്കും, കുളിക്കും, നിസ്കരിക്കും, ഒന്നും ഞാൻ പറയണ്ട, പക്ഷെ മോനെ കുറിച്ചാണ് എനിക്കുള്ളത്. രണ്ടും ഒരുപോലെ ആകണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ രണ്ടും രണ്ടാണ്, രണ്ട് വികാരങ്ങളാണ്, രണ്ട് വിചാരങ്ങളാണ്, രണ്ട് ശരീരപ്രകൃതമാണ്, ഒരു അസ്തിത്വത്തിന്റെ രണ്ട് ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും. ജെൻഡറിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും, പ്രായത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും, അവസ്ഥകൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബത്തെ നയിച്ചു മുന്നോട്ട് പോകുമ്പോഴാണ് ആ വീടിന് നമ്മൾ എന്ത് പേര് വെച്ചാലും പേര് വെച്ചില്ലെങ്കിലും അതൊരു ദാറുസ്സലാമായി, ഒരു മസ്കനായി മാറുന്നത്. വീടിന് നമുക്ക് എന്ത് പേരും വെക്കാം, മോശമെന്ന് തോന്നാത്ത എന്ത് പേരും വെക്കാം. ഇനി പേര് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളെല്ലാവരും വീടിനും പേരൊന്നുമില്ല. പക്ഷേ വീടിന് മസ്കൻ എന്ന് പേര് വെച്ചത് കൊണ്ട് അത് സമാധാനത്തിന്റെ കേന്ദ്രമായിക്കൊള്ളണമെന്നില്ല. ദാറുസ്സലാം എന്ന് വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു സലാം നിർഗളിക്കുകയും അപ്പുറത്തെ വീട്ടിൽ സലാം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. സ്വർഗം എന്ന് തന്നെ പേര് വെച്ച കുറെ വീടുകൾ നമ്മൾ കാണാറുണ്ട്. നാഷണൽ ഹൈവേയുടെ ഓരങ്ങളിൽ സ്വർഗം എന്ന് പേര് വെച്ച വീടുകൾ നമ്മൾ കാണാറുണ്ട്. അതിനർത്ഥം അവിടെ സ്വർഗതുല്യമാണ് എന്നൊന്നുമല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാവിധ വിഷമങ്ങളും തീർക്കാനും, നമ്മുടെ അസ്വസ്ഥതകൾക്ക് സമാധാനം കിട്ടാനും, നമുക്കൊന്ന് ശാന്തമായി വിശ്രമിക്കാനും, മക്കളെയും ഇണകളെയും നോക്കിയിട്ട് നമുക്ക് ആനന്ദിക്കാനും പറ്റുന്ന ഒരു ഭവനം തീർക്കാൻ, അതിന് നാം എന്ത് ചെയ്യണമെന്നത് പഠിച്ചു മനസ്സിലാക്കി ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് നിരന്തരമായി പഠനം ആവശ്യമുള്ള ശാഖയാണ്. ഭീമമായ സംഖ്യയാണ് ഇതിന് ആളുകൾ ഉടക്കുന്നത്. ചൈൽഡ് സൈക്കോളജി എന്നൊക്കെ പറഞ്ഞ പോസ്റ്റർ വെക്കും. നമ്മൾ അതിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ആഴ്ചക്കൊരു ക്ലാസ് ഉണ്ടാവും, ഒരു കൊല്ലം ഉണ്ടാവും, ടോട്ടൽ 24 ക്ലാസ് ഉണ്ടാവും, 58 രൂപ ഫീ വേണം. അത്രയും വലിയ ഭീമമായ സംഖ്യ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ന് വലിയ സംഭവമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപാട് ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, ഒരുപാട് ആളുകൾ മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത്. സമൂഹം വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ വൈജ്ഞാനിക തലങ്ങളിലേക്ക് കാൽവെപ്പുകൾ നടത്തുമ്പോൾ നമ്മൾ നമ്മുടെ പഴയ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് ഒരിക്കലും ശരിയാവില്ല. അതുകൊണ്ട് തന്നെ സമാധാനപരമായ ഒരു കുടുംബാന്തരീക്ഷം നാം ബോധപൂർവം കെട്ടിപ്പടുക്കണം. കാരണം കുടുംബാന്തരീക്ഷമാണ് ഒരു കുട്ടിയെ നന്നാക്കുന്നത് എന്ന് നമ്മളെക്കാൾ അറിയാവുന്നത് ഇവിടെ അധാർമികത വിറ്റ് കാശാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ്. അതുകൊണ്ട് അവരിപ്പോ പറയുന്നത് നമ്മുടെ നാട്ടിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വിലകയറ്റമല്ല, ഇവിടുത്തെ വഴികളുടെ പ്രശ്നമല്ല, ഇവിടെ വിജ്ഞാനമുള്ള, യോഗ്യതയുള്ള, ക്വാളിഫൈഡായ ഒരുപാട് കുട്ടികൾക്ക് ജോലിയില്ലാത്ത പ്രശ്നമല്ല. മറിച്ച് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അവർ കാണുന്നത് ഇവിടെ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അകലമാണ്. ഇവിടെ ആണ് പെണ്ണിനെ മാത്രം കല്യാണം കഴിക്കുന്ന ആ ഒരു സിസ്റ്റം മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് അത് നിർത്തലാക്കിയിട്ട് ഒരാൾക്ക് ആണിനോടാണ് ഇഷ്ടം തോന്നുന്നതെങ്കിൽ ആണിന്റെ കൂടെ ജീവിക്കാൻ, പെണ്ണിനോടാണ് ഇഷ്ടം തോന്നുന്നതെങ്കിൽ പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ, ഇനി ഒരാൾക്ക് ഒന്നും വേണ്ട വേറെന്തിനോടാണ് ഇഷ്ടം തോന്നുന്നതെങ്കിൽ അങ്ങനെ ജീവിക്കാൻ, ഇനി ആർക്കെങ്കിലും ബൈസെക്ഷലായിട്ട് രണ്ടിനോടുമാണ് ഇഷ്ടം തോന്നുന്നതെങ്കിൽ രണ്ടുമായിട്ട് ജീവിക്കാൻ ഒക്കെയുള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ വേണ്ടത് എന്ന് പറഞ്ഞ് അതിനുവേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകളുണ്ട്. കുറെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചില അക്ഷരക്കൂട്ടങ്ങളാണ് അതിനൊക്കെ ഉപയോഗിക്കുന്നത്. LGBTQ+, എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ. അതൊക്കെ മുന്നോട്ട് വെക്കുന്നത് കുടുംബ
സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമമാണ്. കുടുംബ സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമമാണ്. ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികളും വിചാരിക്കുകയാണ്, ഞാൻ എനിക്കിഷ്ടമുള്ള പെൺകുട്ടിയുടെ കൂടെ ജീവിക്കുന്നു വിചാരിച്ചാൽ അവള് പോലും ഉണ്ടാവില്ല. അവളുടെ അമ്മ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ അവളില്ല. ഇവിടുത്തെ ആൺകുട്ടികളൊക്കെ ആണുങ്ങളെ സെലക്ട് ചെയ്താൽ അടുത്ത ഭാവി എന്തായിരിക്കും? ഇവിടുത്തെ ധാർമ്മിക അന്തരീക്ഷം എന്തായിരിക്കും? ഇവിടുത്തെ മതപരമായിട്ടുള്ള ചിട്ടയും വട്ടവും എന്തായിരിക്കും? മാത്രവുമല്ല, ഇവിടെ ഒരു ആണിനും ഒരു പെണ്ണിനുമുള്ള സെക്യൂരിറ്റി എന്തായിരിക്കും? ഓരോരുത്തരും തോന്നിയതുപോലെ ജീവിക്കാനുള്ള ഫ്രീഡത്തിന് വേണ്ടി ആളുകൾ മുറവിളി കൂട്ടുമ്പോൾ വളരെ മര്യാദയിൽ റോഡിലൂടെ വാഹനങ്ങൾ ഓടുന്നത് എന്തുകൊണ്ടാണ്? ട്രാഫിക് റൂൾസ് ഉള്ളതുകൊണ്ടാണ്. 1 മിനിറ്റ് ട്രാഫിക് റൂൾസ് ഇല്ല, ഇഷ്ടമുള്ളതുപോലെ ആർക്കും വാഹനം ഓടിക്കാം എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? ആകെ കൂട്ടിയിടി സംഭവിക്കും, അല്ലേ? ലഹരി നുകർന്നിട്ടാണ് 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ചപ്പ് ചവറിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച ഒരുത്തൻ. അവൻ ഇഷ്ടപ്പെട്ട വഴി തിരഞ്ഞെടുത്തപ്പോ അതിന്റെ ദുരന്തം ഒരു പെൺകുട്ടിയും ഒരു കുടുംബം അനുഭവിക്കേണ്ടി വന്നു. ആളുകൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കയറൂരി വിട്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് വിചാരിക്കുന്നത് നട്ടുച്ച നേരത്ത് കണ്ണടച്ച് ഇപ്പോൾ നട്ടപ്പാതിരയാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായ പരിഹാര മാർഗം എന്താണോ അതാണ് തേടേണ്ടത്. ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു നീറ്റലാണ്, സ്വാഭാവികമാണത് ഉണ്ടാവും. പക്ഷേ ആ നീറ്റൽ മാത്രം കാര്യമില്ല. നാം എടുക്കേണ്ട പരിഹാര മാർഗങ്ങൾ നമ്മുടെ കുടുംബ സംവിധാനത്തിന്റെ വിഷയത്തിൽ ഏറ്റെടുക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. കുടുംബത്തെ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ പടച്ചറബ് സുബ്ഹാനഹു വലിയൊരു കരാറാണ് നമ്മളെ ഏൽപ്പിച്ചത്. ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും കുല്ലുക്കും റാഈൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതി, നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ്, ഭരണീയരെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഉപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ് എന്ന ഡെസിഗ്നേഷൻ നമുക്ക് പുതിയതായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരം ഒരാളെ ഏൽപ്പിച്ചാൽ അത് അദ്ദേഹത്തിന് എത്രത്തോളം ഉത്തരവാദിത്തമാണ്? ഇതുപോലെയാണ് ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ മുതുകിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറങ്ങാറില്ലത്രേ. അദ്ദേഹത്തോട് ചോദിക്കും, അല്ലയോ ഖലീഫ, നിങ്ങൾക്ക് ഉറങ്ങിക്കൂടെ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയാറുള്ളത്, രാത്രി ഞാൻ ഉറങ്ങിയാൽ എന്റെ പ്രജകളുടെ കാര്യം ആര് നോക്കും? പകൽ ഞാൻ ഉറങ്ങിയാൽ എന്റെ ആഭ്യന്തര കാര്യം, ഭരണസംബന്ധമായ കാര്യം, പകൽ ഞാൻ ഉറങ്ങിയാൽ എന്റെ ഭരണസംബന്ധമായ കാര്യം ആര് നോക്കും? രാത്രിയിൽ ഞാൻ ഉറങ്ങിയാൽ എന്റെ സൃഷ്ടാവിനോടുള്ള എന്റെ കടപ്പാടുകൾ പൂർത്തീകരിക്കാൻ പിന്നെ എനിക്ക് എപ്പോൾ സമയം കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ വിജിലന്റ് ആയിരിക്കണം. ആ പ്രദേശത്തിന്റെ മുഴുവൻ കാര്യങ്ങളുടെയും ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു ഭരണാധികാരി. ഇതുപോലെ ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നമ്മളെയാണ് ഏൽപ്പിച്ചത്. ചില ആളുകൾ ജോലിക്ക് പോവും, വീട്ടിൽ കയറി വരും, പിന്നെ അങ്ങനെ ഇറങ്ങിപ്പോവും, പിന്നീട് വരും. അതിന്റെ ഇടക്ക് ഭക്ഷണം കഴിക്കും, അയാളുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിലൊന്നും ഇടപെടൂല. അവരൊക്കെ അങ്ങനെ പൊയ്ക്കോളും, അങ്ങനെ ജീവിച്ചോളും എന്നൊരു പ്രതീക്ഷയിൽ. നമ്മുടെ നാട്ടും പുറത്തൊക്കെ ഒരു ശീലം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളാകുമ്പോൾ നല്ലോണം കെയർ ചെയ്യും. മദ്രസ കാലഘട്ടമൊക്കെ ആകുമ്പോൾ നല്ലോണം കെയർ ചെയ്ത് നല്ല സ്നേഹിച്ച് അവരൊക്കെ കൂടെ കൊണ്ടുനടന്ന് ഈ മദ്രസ പ്രായം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വയം പര്യാപ്തനായിരിക്കുന്നു എന്ന നിലക്ക് അവരുടെ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങോട്ട് വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. അവര് വലുതായിട്ടില്ലാന്നോ, അവര് ഡിസിഷൻ എടുക്കാനായിട്ടില്ലാന്നോ, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ഇല്ലാന്നോ ഒന്നും നമ്മൾ പറയണില്ല. പക്ഷെ ഒരു സൂപ്പർവിഷൻ എല്ലാറ്റിനും വേണം, അല്ലേ? ഏറ്റവും അറിയപ്പെടുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സ് ഏറ്റവും ക്വാളിഫൈഡ് ആയിരിക്കും, ഏറ്റവും സ്കില്ലുള്ള ആൾക്കാരായിരിക്കും, ഏറ്റവും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അവരെയും സൂപ്പർവൈസ് ചെയ്യാൻ അവർക്ക് ഹെഡ് ഓഫീസ് ഉണ്ടാവും, അവരുടെ മുകളിൽ അവരുടെ ക്യാപ്റ്റന്മാരും അവരുടെ ബോസുമാരും ഉണ്ടാവും. ഞങ്ങൾ സ്വയം പര്യാപ്തരാണ്, ഞങ്ങൾ ഇന്ന ക്വാളിഫൈഡ് ആണ്, ഞങ്ങൾക്ക് ഒരുപാട് പരിചയമുണ്ട്, ഞങ്ങളെ ഡീൽ ചെയ്യാൻ, ഞങ്ങളെ ലീഡ് ചെയ്യാൻ, ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ ആരും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അതൊരു വലിയ ഒരു കമ്പനിയിലെ വിദ്യാസമ്പന്നരായ ആളുകളെ ഡീൽ ചെയ്യാൻ പോലും സൂപ്പർവിഷൻ ആള് വേണമെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ കാര്യം നമ്മൾ വലിയൊരു ഉത്തരവാദിത്തമായിട്ട് തന്നെ ചെയ്യണം. നമ്മൾ നമ്മുടെ ജോലി, നമ്മുടെ മറ്റു കാര്യങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും
മക്കളുടെ കൂടെ ഇരിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് ശരിയായിട്ടും വേണ്ടത് ശ്രദ്ധയോടുകൂടെ കൈമാറാനും ശ്രദ്ധിക്കാതെ പോയാൽ പിന്നീട് നമ്മൾ നമ്മുടെ ജോലി രാജിവെച്ച് അവർക്ക് വേണ്ടി സമയം മാറ്റിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. ആളുകൾ ഇങ്ങനെ വിളിക്കും, കൗൺസിലർമാരെ, എപ്പോ പറഞ്ഞോളൂ, നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് ഞങ്ങൾ വന്നോളാം, എത്ര ദൂരത്തേക്കും ഞങ്ങൾ വന്നോളാം, ഞങ്ങൾക്ക് യാത്ര പ്രശ്നമല്ല, സമയം പ്രശ്നമല്ല, ഞാൻ ജോലി ലീവ് എടുത്ത് വന്നോളാം, എൻ്റെ കുട്ടിൻ്റെ ഈ പ്രശ്നം നിങ്ങൾ തീർത്തു തന്നാൽ മതി. അപ്പൊ വലിയ തിരക്കന്മാർക്ക് സംഭവിക്കുന്ന പ്രശ്നം അതാണ്. കുടുംബവും കാര്യങ്ങളും മറ്റൊന്നും നോക്കാണ്ട് മൊത്തം ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്റെ ഫിനാൻഷ്യൽ സെറ്റപ്പ് റെഡിയാക്കുന്നതിലേക്കാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു ഭാഗം നമ്മൾ മൈൻഡ് ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതൊഴിവാക്കിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് നാട് നീളെ നടക്കേണ്ട അവസ്ഥ ഉണ്ടാവും. ചികിത്സയായിട്ട്, കൗൺസിലിംഗ് ആയിട്ട്, മറ്റു പ്രശ്നങ്ങളായിട്ട്, കോടതിയായിട്ട് നടക്കേണ്ടി വരും. കോടതിയിൽ ഒരു കള്ളിയിൽ ഉപ്പയും ഒരു കള്ളിയിൽ മോളും കയറി നിൽക്കുകയാണ്. സ്വന്തം അവകാശത്തിന് വേണ്ടി പോരാടുകയാണ്. എന്താ അവകാശം? ഇഷ്ടമുള്ള പെണ്ണിന്റെ കൂടെ ഇറങ്ങിപ്പോവാനുള്ള അവകാശം. ഇപ്പുറത്ത് നിൽക്കുന്ന സ്വന്തം ബാപ്പയാണ്. കോടതി വരാന്തയിലൂടെ സ്വന്തം മകളുടെ പേര് വിളിച്ച് ഓടുന്ന ഒരു ബാപ്പയുടെ ചിത്രം നമ്മൾ ആരും മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ടാണ് നാം ആഗ്രഹിക്കാത്തത് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും റാഹത്താക്കാം, അല്ലെ? നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ പഠിച്ചോനെ എന്ന് വിചാരിക്കാം. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതെ മക്കളുടെ കാര്യത്തിൽ, കുടുംബത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിടുത്തം പോയാൽ അതിന് ഉത്തരവാദികൾ നമ്മൾ മാത്രം. അതുകൊണ്ട് നല്ല ജാഗ്രത ആവശ്യമുള്ള ഒരു കാര്യമാണിത്. ഏറ്റവും പ്രധാനമായി സഹോദരങ്ങളെ, ഒരു വ്യക്തിയിൽ, ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ ദീൻ ഉണ്ടാകണമെന്നാണ്. ഞാൻ എന്ന വ്യക്തി പടച്ച റബ്ബിന് എന്നെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യത്തിനൊക്കെ ഒരു തുറവി ഉണ്ടാവും, എന്റെ കാര്യത്തിൽ ഒരു ഖൈറും ബർക്കത്തും ഉണ്ടാവും. എന്റെ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് അള്ളാന്റെയും കൂടെ ഒരു കാര്യമാവും. എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ, എന്റെ കാര്യങ്ങൾ ചെയ്തു തരാൻ അള്ളാന്റെ ഒരു സഹായം ഉണ്ടാവും. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിന്റെ 97-ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ആരെങ്കിലും ഈമാനുള്ളവനായി സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ചാൽ, ഈമാനുള്ളവനായി സൽക്കർമ്മകാരിയായി ജീവിച്ചാൽ അവന് അല്ലാഹ് ഓഫർ നൽകുകയാണ്. എന്താ ഓഫർ? ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. അവന് ഞാൻ നല്ല ജീവിതം കൊടുക്കും. നല്ല ജീവിതം അല്ലാഹ് ഓഫർ ചെയ്യാണ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്, ഇത് അല്ലാഹുവിന്റെ ഒരു ഓഫറാണ്, വാഗ്ദാനമാണ്. അല്ലാഹ് ഒരിക്കലും വാഗ്ദാനം ലംഘിക്കാത്തവനാണ്. ആരെങ്കിലും പടച്ച റബ്ബിന് വിശ്വാസം കൊണ്ട് കീഴ്പ്പെട്ട് ഇന്ന് അല്ലാഹ് മാത്രം മതി എന്ന് പറയേണ്ട മുസ്ലിം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ട മുസ്ലിം, അള്ളാഹുലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ട മുസ്ലിം, മഹാന്മാരെ കുറിച്ച് പറയാൻ അവന് സമയമുള്ളൂ, അല്ലേ? മരിച്ചുപോയ ആളുകളുടെ ഇല്ലാ കഥകൾ പറഞ്ഞ് പണ്ഡിതന്മാർ ആളുകളെ അള്ളാഹുലേക്ക് ക്ഷണിക്കേണ്ടതിന് പകരം സൃഷ്ടികളിലേക്ക് ക്ഷണിക്കുക. എന്റെ വീട്ടിൽ ജോലിക്ക് വന്ന അയാള് സലഫി ആശയക്കാരനൊന്നുമല്ല. അയാള് പറയാണ്, എവിടേക്കപ്പം നമ്മുടെ പണ്ഡിതന്മാർ പോകുന്നത്? മരിച്ചാൽ അള്ളാനെ വിളിക്കണം എന്നായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. അയാൾ പറയാണ്, മരിച്ചാൽ അള്ളാനെ വിളിക്കണം എന്നായിരുന്നു, മരിക്കുന്ന സമയത്ത് അള്ളാനെ വിളിക്കണം എന്നായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. ഇപ്പൊ പറയണത് മരിക്കുന്ന സമയത്തും മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ മതി, ബദരീങ്ങളെ വിളിച്ചാൽ മതി, അല്ലെ, CM വലിയുള്ളാഹിനെ വിളിച്ചാൽ മതി എന്ന് പറയുന്ന പുതിയ ജൽപ്പനങ്ങളാണ്. ഈമാനാണ് സുഹൃത്തുക്കൾ അടിത്തറ. അന്ധവിശ്വാസവും അനാചാരവും ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തുമായി കഴിയുന്ന ഒരു കുടുംബം, ആ കുടുംബം പിശാചിന്റെ കുടീരമായിരിക്കും. അത് പിശാചിന്റെ കേന്ദ്രമായിരിക്കും. അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാക്കി വീണ്ടും ശിർക്കിനെയും അവിടെ നടക്കുന്ന ഖുറാഫാത്തിനെയും ബലപ്പെടുത്താൻ പിശാച് സദാസമയം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നെങ്കിൽ ഈമാൻ ശരിയാവണം. പിന്നെ നമ്മൾ പടച്ച റബ്ബിന് നമ്മെ സമർപ്പിക്കണം. ഈമാൻ എന്ന് പറയുന്നത് ഒരിക്കലും നാവുകൊണ്ടുള്ള വർത്താനല്ല. മനസ്സംഗീകരിച്ച് നാവുകൊണ്ട് പറഞ്ഞ് അമലും ബിൽ ജവാരിഹ്, അതാണ് ഈമാൻ. ഞാനൊരു മുഅ്മിനാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ അതിന് തെളിവാകണം. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതം സുഹൃതപൂരിതമാക്കിയാൽ
സൽക്കർമ്മകാരികളായി നമ്മൾ ജീവിച്ചാൽ, തിന്മകൾ വെടിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ, ഈമാൻ നമ്മൾ കൃത്യമാക്കിയാൽ അള്ളാന്റെ ഓഫർ നല്ല ജീവിതം തരാം. ഖുർആനിൽ മറ്റൊരു ആയത്തുണ്ട്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. ആരെങ്കിലും പടച്ച റബ്ബിനെ സൂക്ഷിച്ചാൽ അവന്റെ കാര്യത്തിനൊക്കെ അള്ളാഹ് ഒരു പോംവഴി ഉണ്ടാക്കും. നമുക്ക് എപ്പോഴും ആശങ്കയല്ലേ, പടച്ചോനെ അതെന്താകും ഇതെന്താകും അല്ലെ. നമ്മളൊരു മുത്തഖിയാണോ, ഒന്നിനെ കുറിച്ച് ആശങ്ക വേണ്ട. എല്ലാം പടച്ചോനൊരു സൊല്യൂഷനിലേക്ക് എത്തിക്കും. എല്ലാം. നമുക്കൊരു യൂസുഫ് എന്ന കുട്ടി നഷ്ടപ്പെട്ടു പോയപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഖാല ഇന്നമാ അശ്കൂ ബസീ വഹസ്നി ഇലല്ലാഹ്. എന്റെ എല്ലാ ദുഃഖങ്ങളും എന്റെ എല്ലാ വിഷമങ്ങളും ഞാൻ പടച്ചോനെ ഏൽപ്പിക്കുകയാണ്. ചരിത്രത്തിൽ എന്താ നമ്മൾ കാണുന്നത്? ഒരു പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയപ്പെട്ട കുട്ടി പിന്നീട് കൊട്ടാരത്തിലെ ഏറ്റവും ഉയർന്ന പൊസിഷനിലെത്താണ്. ആ പിതാവിനെയും തന്റെ സഹോദരങ്ങളെയും കൊട്ടാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇത് ഒരു ചരിത്രം മാത്രമല്ല, ഇസ്ലാമിക ലോകത്തെ മുഴുവൻ ചരിത്രങ്ങളും ഇതുപോലെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ, അവരുടെ കാര്യങ്ങൾ ഭൗതികമാകട്ടെ ദുനിയവിയാകട്ടെ ഉഖറവിയാകട്ടെ, അത് പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവൻ ബാധ്യതയായി ഏറ്റെടുത്ത കാര്യമാണ്. വിശുദ്ധ ഖുർആൻ നിരവധി സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം പറയുന്നുണ്ട്. വിശ്വാസികളെയും പ്രവാചകന്മാരെയും അവരുടെ എല്ലാ കാര്യത്തിലും നാം സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും കൂടെയുണ്ട്. മഅയ്യത്തുല്ലാഹ്, അത് ഖാസ്സയും ആമ്മയുമുണ്ട്. അള്ളാഹുവിന്റെ നിരീക്ഷണവും അവന്റെ നിയന്ത്രണവും അവന്റെ നോട്ടവും അവന്റെ കേൾവിയും അവന്റെ എല്ലാ നിരക്കുമുള്ള നിയന്ത്രണവും അത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഗതിയുടെയും മേലുണ്ട്. എന്നാൽ മഅയ്യത്തുൻ ഖാസ്സ, പ്രത്യേകമായ ഒരു കൂട്ട്, പ്രത്യേകമായ ഒരു അള്ളാഹുവിന്റെ കൂടെയുള്ള സംരക്ഷണം, അത് പടച്ച റബ്ബ് മുഅ്മിനീങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദീനാണ് എല്ലാ കാര്യങ്ങൾക്കുമുള്ള സൊല്യൂഷൻ എന്നത് നമ്മൾ തിരിച്ചറിയണം. യാതൊരുവിധ ആശങ്കയും പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്തിടത്തായിരുന്നു നമ്മൾ ജീവിച്ചത്. അതായത് സ്വർഗത്തിലായിരുന്നു. സ്വർഗത്ത് നമ്മുടെ ദുനിയാവിലേക്ക് വിടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ദുഃഖവും ഭയവും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ ഞാനൊരു മാർഗം തരും എന്നാണ്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇതാ എന്റെ പക്കൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വരും. അത് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ പറഞ്ഞ വാക്കാം. എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളി എന്ന് പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞാണ്, എന്റെ അടുക്കൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വന്നെത്തും. അതിനെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല, പേടിക്കേണ്ടി വരില്ല. ദുഃഖവും പേടിയില്ലെങ്കിൽ ഒരാൾ സേഫാണ്. ദുഃഖവും പേടിയില്ലെങ്കിൽ ഒരാൾ 100% ഹാപ്പി ആയിരിക്കും. അത് കച്ചവടം ഡള്ളാണെങ്കിലും രോഗം ഉണ്ടെങ്കിലും എന്ത് വിഷമം ഉണ്ടെങ്കിലും അയാൾ ഹാപ്പി ആയിരിക്കും. ദുഃഖമുണ്ടാകുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്താണ്. ഭയമുണ്ടാകുന്നത് ഭാവിയെ കുറിച്ച് ഓർത്താണ്. ഈ രണ്ടും ഇല്ലെങ്കിൽ കഴിഞ്ഞുപോയ മാറാപ്പുകൾ വഹിക്കുന്നില്ല. വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ആങ്സൈറ്റി, അങ്ങനെയാവോ ഇങ്ങനെയാവോ പടച്ചോനെ അല്ലേ, ആ പേടിയില്ലെങ്കിൽ 100% ഒരാൾ സേഫ് ആയിരിക്കും. ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്. അതിനുള്ള മാർഗം എന്താണ്? ഖുർആൻ പിൻപറ്റി ജീവിക്കുക എന്നുള്ള. ഇപ്പൊ ദീനിനെ നമ്മുടെ വീട്ടിന്റെ ഒരു ആധാരമാക്കി, വീട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിന്റെ കാറ്റലോഗ് ഖുർആനാക്കി മാറ്റിയാലാണ് നമ്മുടെ വീട് മസ്കനാവുക. അല്ലാത്തൊരു ചെപ്പടി വിദ്യ ഇവിടെ നടക്കൂല, അല്ലാത്തൊരു ബുദ്ധി ഇവിടെ നടക്കൂല. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചോന്റെ ഗ്രന്ഥമാണ് ഖുർആൻ. ആ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഖുർആൻ കൊണ്ട് പറ്റും. അതുകൊണ്ടാണ് മുശ്രിക്കുകൾ പോലും പറഞ്ഞത് എന്ത്? ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്. വൽഗൗ ഫീ ലഅല്ലകും തഗ്ലിബൂൻ,
നിങ്ങൾ ഖുർആൻ കേട്ടുപോകരുത്. ആരോടാ? അവിശ്വാസികളായ തങ്ങളുടെ കൂട്ടാളികളോട് നേതൃത്വം കൊടുക്കുന്ന ആജ്ഞാപനം. നിങ്ങൾ ആരും ഖുർആൻ കേൾക്കരുത്. ഖുർആൻ കേട്ടാൽ ഖുർആൻ നിങ്ങളെ അതിജയിക്കും. വലിയ വലിയ നേതാക്കന്മാർ, വലീദ് ഇബ്നു മുഗീറയെ പോലെയുള്ള, ഉത്ബത്ത് ഇബ്നു റബീഅയെ പോലുള്ള അവരുടെ വലിയ നേതാക്കന്മാർ പോലും ഖുർആൻ കേട്ടിട്ട് മാറി ചിന്തിച്ചിട്ടുണ്ട്. കാതിൽ പഞ്ഞി തിരികി മക്കയിൽ പ്രവേശിച്ചവർ ആ പഞ്ഞി വലിച്ചെറിഞ്ഞ് ഖുർആന്റെ അനുയായികളായി മാറിയിട്ടുണ്ട്. മുഹമ്മദ് നബി ഭ്രാന്തനാണ്, ഭ്രാന്തന്റെ അടുക്കലേക്ക് പോകണ്ട എന്ന് ശത്രുക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഭ്രാന്ത് ചികിത്സിക്കുന്ന ഡോക്ടറാണ്, അതുകൊണ്ട് അയാളുടെ രോഗം മാറ്റാൻ എനിക്കൊരു പക്ഷേ പറ്റിയേക്കാം എന്ന് പറഞ്ഞ് നബിയെ കണ്ടവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും മറഞ്ഞിരുന്ന് ഖുർആൻ കേട്ടിരുന്നുവെന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജുബൈർ ഇബ്നു മുത്ഇം ശത്രുക്കളുടെ നേതാവാണ്. പരമ്പരാഗതമായി ശീലിച്ചു പോന്ന അന്ധവിശ്വാസത്തെ, അനാചാരത്തെ തന്റെ മനസ്സിൽ അരക്കെട്ടുറപ്പിച്ച് മുറുക്കിക്കെട്ടി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. നബി മഗ്രിബ് നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മഗ്രിബ് നമസ്കാരത്തെ പ്രവാചകൻ സൂറത്ത് തൂർ പാരായണം ചെയ്തു. സൂറത്ത് തൂർ പാരായണം ചെയ്ത് ഓതി 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 പ്രവാചകൻ ഒരു ആയത്തെത്തി. ഏതാണ് ആയത്ത്? അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. നിങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങളാണോ, അതല്ല നിങ്ങൾ ഒന്നിൽ നിന്നുമല്ലാതെ വെറുതെ പൊട്ടിമുളച്ചവരാണോ? ഈ ചോദ്യമാണ്. നിങ്ങൾ പടച്ചോനെ ശരിക്കുണ്ടല്ലോ, നിങ്ങൾ ഒന്നിൽ നിന്നുമല്ലാതെ വെറുതെ ഉണ്ടായതാണോ? അല്ല, വെറുതെ ഉണ്ടായത് അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങൾ തന്നെയാണോ? ഇത് കേട്ട് ജുബൈർ റളിയല്ലാഹു അൻഹു വീണ്ടും 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 അത് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞു. ഖാദ ഖൽബി യതീർ, എന്റെ ഹൃദയം പാറിപ്പോകുമാറായി ഈ ആയത്ത് കേട്ടപ്പോൾ. ധരിച്ചുപോയി അദ്ദേഹം ഈ ആയത്ത് കേട്ടിട്ട്. അള്ളാന്റെ ചോദ്യം അയാളുടെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ഉലച്ചിലുണ്ടാക്കി. അരക്കിട്ടുറപ്പിച്ച അദ്ദേഹത്തിന്റെ അന്ധവിശ്വാസത്തെ അദ്ദേഹം വലിച്ചെറിഞ്ഞ് ഇസ്ലാമിന്റെ സുന്ദരമായ തീരത്തേക്ക് പോകുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഖുർആനും ആ ദീനും നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പരിഹാരമായി നമ്മൾ കാണാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ച ദുആ ഉൽ ഖിർബ്, പ്രയാസങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫീ ഹുക്മുക അദ്ലുൻ ഫീ ഖലാഉക എന്ന് തുടങ്ങുന്ന ദീർഘമായ പ്രാർത്ഥനയുടെ അവസാനം വജഅലിൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി എന്ന, എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി നീ ഖുർആനെ മാറ്റണേ, എന്റെ ദുഃഖങ്ങൾ പോക്കുന്ന, ആഴമേറിയ എന്റെ ഹൃത്തടങ്ങളിൽ തറഞ്ഞു കിടക്കുന്ന വിഷമങ്ങളെ ഇല്ലാതാക്കുന്ന, എന്റെ ഹൃദയത്തെ പ്രകാശപൂരിതമാക്കുന്ന, സന്തോഷവും സമാധാനവും പകരം നൽകുന്ന ഹൃദയത്തിന്റെ വസന്തമാക്കി ഖുർആനെ മാറ്റണേ എന്ന റസൂൽ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് നമുക്ക് മാനസികമായും കുടുംബപരമായും ജീവിതത്തിൽ എങ്ങനെയെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് പോയാലും സ്വസ്ഥമായൊരു ജീവിതം നൽകാൻ അള്ളാഹുവിന്റെ കലാമിന് സാധിക്കുമെന്ന ബോധത്തോടുകൂടെ നമ്മൾ കാര്യത്തെ നോക്കിക്കാണുകയും ആ ഖുർആനിനെ, പ്രമാണങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ദീന് എവിടെ നിന്ന് തുടങ്ങണമെന്ന് ചോദിച്ചാൽ, കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വിവാഹം അന്വേഷണത്തിന്റെ സമയം മുതൽക്ക് ദീനിന്റെ കാര്യങ്ങൾ തുടങ്ങണം. ഒരു കുട്ടി ജനിച്ചാൽ നോക്കൂ നിങ്ങൾ, ജനിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനും ജനിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമികമായി ഒരുപാട് ചിട്ടവട്ടങ്ങൾ പാലിക്കാനും ആ കുട്ടിയെ മതപരമായി വളർത്തി മതബോധമുള്ള ഒരാൾക്ക് കൈമാറാനും നമ്മളെ പഠിപ്പിച്ചത് നല്ല ഒരു സൊസൈറ്റിയുടെ വാർത്തെടുപ്പിന് കൂടിയാണ്. നല്ല ഒരു സൊസൈറ്റി വാർത്തെടുക്കപ്പെടണമെങ്കിൽ ദീനീ ബോധമുള്ള വ്യക്തികളിൽ നിന്നാണ് സാധിക്കുക. ടാങ്കിൽ മലിനജലമാണെങ്കിൽ പൈപ്പിലും മലിനജലമായിരിക്കും വരിക. ടാങ്കിൽ ശുദ്ധജലമുണ്ടെങ്കിൽ ശുദ്ധജലം പൈപ്പിലൂടെ വരും. നമ്മൾ പറയുന്ന ദീനും നമ്മൾ പറയുന്ന ഇഖ്ലാസും നമ്മൾ പറയുന്ന തഖ്വയും സൂക്ഷ്മതയും ഒക്കെ നമുക്ക് എത്രത്തോളം ഉണ്ട് അതിനനുസൃതമായിട്ടാണ് നമ്മുടെ മക്കളിൽ അതുണ്ടാവുക.
അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തുൻകഹുൽ മർഅതു ലി അർബഈൻ, 4 കാര്യത്തിന് വേണ്ടി സ്ത്രീകൾ വിവാഹം ചെയ്യപ്പെടുന്നു. അതിലൊന്ന് അവളുടെ ജമാലാണ്, സൗന്ദര്യം, സമ്പത്ത്, തറവാടിത്വം, പിന്നെ ദീന്. ഫൾഫർ ബിദാത്തി ദീൻ തരിബത് യദാക്, നിന്റെ കൈകളിൽ മണ്ണ് പുരളേണ്ടി വന്നാലും ശരി, നീ ദീനുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കണം. കാരണം ദീനുള്ള ഇണകളിൽ നിന്ന്, ദീനുള്ളവർ ദീനുള്ളവർക്കുള്ളതാണ്. ദീനുള്ള ഇണകളിൽ നിന്നാണ് ദീനുള്ള മക്കൾ ഉണ്ടാവുക. മഹാനായ പ്രവാചകൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മകനെ വിളിച്ചു, ഇർകബ് മഅനാ, പൊന്നു മോനെ വാഹനത്തിൽ കയറ്, ഞാൻ എവിടെയെങ്കിലും കയറി രക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ മാതാവ് കാഫിറുകൾക്ക് ഉദാഹരണമായി അള്ളാഹു പഠിപ്പിച്ച വ്യക്തിത്വമാണ്. വദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും ഭാര്യമാരെ, കാഫിറുകളെ നിങ്ങൾക്ക് ഞാൻ ഉദാഹരിച്ചു തരികയാണ്. 2 പ്രവാചകന്മാർ സമുദായത്തിൽ നന്മകൾ വിളയിക്കാൻ വേണ്ടി, പ്രചരിപ്പിക്കാൻ വേണ്ടി, പ്രസരിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിപ്പെട്ടപ്പോ ശത്രുക്കൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവരായിരുന്നു ഈ 2 സ്ത്രീകളും. പ്രവാചകന്മാർ പറയുന്നതിന് നേർ വിപരീതമായിട്ടായിരുന്നു ഇവരുടെ ജീവിതം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നുണ്ടായ സന്താനങ്ങൾക്ക് ബലഹീനതകൾ ഉണ്ടായി എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം അത് ദീനുള്ള ഒരു ഇണയാണ്. സ്ത്രീകളെ കുറിച്ചാണ് പലപ്പോഴും പറയാറുള്ളത്, എങ്കിലും പുരുഷന്മാരെ കുറിച്ചത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മകൾക്ക് സൽസ്വഭാവമുള്ള ദീനുള്ള ഒരു യുവാവ് വിവാഹം അന്വേഷിച്ചു വന്നാൽ നിങ്ങൾ അവനെ അവൾക്ക് കല്യാണം ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ ഫിത്നയും ഫസാദും ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദീനുള്ള 2 മക്കളെ കൂട്ടി യോജിപ്പിക്കുന്നിടത്ത് നമുക്ക് മറ്റു മാനദണ്ഡങ്ങൾ പ്രവർത്തിച്ചുകൂടാ. പരമാവധി നമുക്ക് ഏതെല്ലാം ഇടങ്ങളിൽ നീക്കുപോക്കിന് സാധ്യമാകുമോ അതെല്ലാം നടത്തി ദീനുള്ളവരെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. ഇന്ന് ഭൗതികത എല്ലാവരുടെയും തലയിൽ 1-ാം സ്ഥാനം പിടിച്ചു പറ്റിയതുകൊണ്ട് ദീനുള്ളവരുടെ ഉള്ളിലും ചില ധാരണകളുണ്ട്. അതിനർത്ഥം ഒരു ഏർപ്പാടും ഇല്ലാത്ത ഒരുത്തിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നൊന്നുമല്ല. മറിച്ച് ഒരു സ്ത്രീയെ പോറ്റാനുള്ള ത്രാണി ഉണ്ടാകുമ്പോഴാണല്ലോ വിവാഹം അന്വേഷിക്കുന്നത്. അവന് അവളെ പോറ്റാനുള്ള ത്രാണിയും ശേഷിയും ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ശേഷിയും നമ്മൾ ഉദ്ദേശിക്കുന്ന ത്രാണിയുമല്ല, നമ്മൾ വെക്കുന്ന ഒരു കണക്കും നമ്മൾ വെക്കുന്ന സാലറിയുടെ നമ്പറും അതല്ല. അവന് അവളുടെ ഇണയെ പോറ്റാനുള്ള ഒരു ശേഷി ഉണ്ടെങ്കിൽ, അതിനൊരു വരുമാന മാർഗം അവനുണ്ടെങ്കിൽ, അതിന് മാനസികമായ പ്രാപ്തിയും ദീനിയായ ചിട്ടവട്ടങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ മറ്റു കാരണങ്ങൾ പറഞ്ഞ് തള്ളി നീക്കരുത് ഒരിക്കലും. കാരണം ദീനുള്ളവരിൽ നിന്നാണ് നല്ല മക്കൾ ജനിച്ചു വരിക എന്നതാണ്. അതുകൊണ്ട് തന്നെ ദീന് തുടങ്ങേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയത്തി, അല്ലാഹുവേ എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. എന്നെ ആക്കണമേ, എന്റെ മക്കളെ ആക്കണമേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥന ഖുർആൻ പറഞ്ഞു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണകളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കുകയും ചെയ്യണമേ എന്ന്. നമ്മൾ ഇമാമായിരിക്കണം. ഒരു കുടുംബത്തിന്റെ തലപ്പത്തിരിക്കുന്ന ബാപ്പയും ഉമ്മയും മതകാര്യത്തിൽ ഇമാമായിരിക്കണം. അപ്പോഴേ ആ കുടുംബം ശരിയാവും. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെക്കാൾ ഇൽമുള്ള ഒരാൾ ഭൂമിയിൽ ഉണ്ടെന്ന് പഠിപ്പിക്കാൻ അല്ലാഹ് ചില ഹിക്മത്ത് മുന്നിൽ വെച്ചുകൊണ്ട് മൂസ നബിയെയും യൂശഅ ഇബ്നു നൂനിനെയും ഒരു പ്രദേശത്തേക്ക് പറഞ്ഞയക്കുകയാണ്. കയ്യിലൊരു മത്സ്യവും കൊടുത്തു. ആ മത്സ്യം ചാടിപ്പോകുന്ന സ്ഥലത്ത് ഒരാളുണ്ടാകും.
അയാളിൽ നിന്ന് താങ്കൾ വിജ്ഞാനം നുകരണം എന്ന് പറഞ്ഞയച്ചു. മത്സ്യം വീണ സ്ഥലത്ത് ഒരാളെ കണ്ടു. ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് അയാൾ. അദ്ദേഹത്തിന്റെ കൂടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമ ചേർന്നു ചില കാര്യങ്ങൾ പഠിക്കാൻ. അങ്ങനെ ഒരുപാട് 3 അനുഭവങ്ങൾ ഉണ്ടായി. ഓരോ അനുഭവങ്ങൾ ഉണ്ടായപ്പോഴും ക്ഷമകെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എതിർത്ത് സംസാരിച്ചു. അതിൽ 3-ാമത്തെ സംഭവം, അവർ രണ്ടുപേരും ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ച് അവരോട് ഭക്ഷണം ചോദിച്ചു. അവരൊന്നും കൊടുത്തില്ല. തിരിച്ചു പോരുമ്പോ ആ ഗ്രാമത്തിലുണ്ട് ഒരു മതിൽ ഇങ്ങനെ വീഴാനായി കിടക്കുന്നത്. ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം ആ മതിൽ പൊളിച്ചിട്ട് പുതുക്കി പണിതു. അപ്പൊ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ ഈ എടുത്ത ജോലിക്കുള്ള ഈ സേവനത്തിനുള്ള കാര്യങ്ങളെങ്കിലും മുന്നിൽ വെച്ചുകൊണ്ട് അവരോട് നമുക്ക് ചോദിക്കാമായിരുന്നു എന്ന നിലക്ക് അദ്ദേഹം സംസാരിച്ചു. അതോടുകൂടെ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമായിട്ട് പിരിയാണ്. ഇനി നമ്മൾ ഒരുമിച്ച് പോവില്ല, സംഭവം എന്താണോ ഉണ്ടായത് അത് ഞാൻ വിശദീകരിച്ച് തരാം എന്ന് പറഞ്ഞ് 3നും എക്സ്പ്ലനേഷൻ കൊടുക്കാണ്. അതിൽ 3-ാമത്തെ കാര്യം പറയുമ്പോ ഖിദ്ർ അലൈഹിസ്സലാം പറയുന്ന വാക്ക് ഖുർആൻ പറയുന്നുണ്ട്. വഅമ്മൽ ജിദാറു فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا وأما الجدار ആ മതിലില്ലേ, ഞാൻ പുതുക്കി പണിത മതില്, فكان لغلامين يتيمين في المدينة, ആ ഗ്രാമത്തിൽ 2 യതീമക്കളുണ്ട്. وكان تحته كنز لهما, ആ മതിലിന്റെ ചോട്ടില് അവരുടെ പിതാവ് അവർക്കുള്ള സ്വത്ത് അവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്, നിധി. അതുകൊണ്ട് തന്നെ ആ മതില് വീണ് ആരെങ്കിലും അത് കൈക്കലാക്കിയാൽ ആ മക്കൾക്ക് ബുലൂഗെത്തുന്നതിന് മുമ്പ് അത് നഷ്ടപ്പെട്ടു പോകും. അതിനാണ് ആ മക്കളുടെ സ്വത്ത് സംരക്ഷിക്കപ്പെടാനാണ് ഞാനത് പുതുക്കി പണിതത്. അപ്പൊ അവിടെ ഒരു ചോദ്യം, ഇത്ര ദൂരത്ത് നിന്ന് എന്തിനാണ് ഈ ഒരു ദൗത്യം നിർവഹിക്കാൻ അള്ളാഹു ഒരാളെ പറഞ്ഞയച്ചത്? അവിടെയാണ് ഉത്തരം, വകാന അബൂഹുമാ സ്വാലിഹാ. അതാണ്, ആ മരിച്ചുപോയ പിതാവേ സ്വാലിഹായിരുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബത്തും പണ്ഡിതന്മാരും ഒക്കെ പറയുന്നത്, മാതാപിതാക്കളുടെ സ്വലാഹിയത്ത്, വിശുദ്ധി, നന്മ, സൂക്ഷ്മത, അത് മക്കളിൽ ബർക്കത്തായിട്ട് വരും. അതിന്റെ ബർക്കത്ത് മക്കൾക്ക് കിട്ടും, അതിന്റെ ഖൈറാത്തുകൾ മക്കൾക്ക് കിട്ടും. അതുകൊണ്ടാണ് സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു പറഞ്ഞത്, മകനെ നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് രാത്രി നമസ്കരിക്കുമായിരുന്നില്ല. ഇത്ര സുദീർഘമായി നിത്യവും ഞാൻ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നത് നിനക്ക് കൂടെ അതിന്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മാതാപിതാക്കളായ നമ്മൾ കുട്ടികളുടെ മുന്നിൽ റോൾ മോഡലാകണം എന്നത് ഒരു കാര്യമാണ്. രണ്ടാമത്തത്, നമ്മൾ ഒരു മുഅ്മിൻ എന്ന നിലക്ക് നമ്മൾ ദീന് പാലിക്കുന്നവരാകണം. അപ്പോഴാണ് പടച്ച റബ്ബിന്റെ സഹായവും ബർക്കത്തും നമ്മിൽ ഉണ്ടാവുന്നത്. ആദ്യത്തെ അധ്യാപകരെ കുട്ടികൾ കാണുമ്പോൾ ഇസ്ലാമിക ചിട്ടവട്ടങ്ങൾ അവർക്ക് കിട്ടുന്നത്. കുട്ടികൾ മദ്രസയിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കും. ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാൻ പോകുന്ന കാര്യം പഠിക്കും. കണ്ണു കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, നബിയെ ഞാൻ ജമാഅത്തിന് പോണോ? ഈ കഥ ഉസ്താദ് മദ്രസയിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇത് പഠിച്ചു കുട്ടി വീട്ടിൽ വരുമ്പോ കൂർക്കം വലിച്ചുറങ്ങുന്ന പിതാവിനെയാണ് കാണണമെങ്കിൽ ഇസ്ലാമിക വേഷവിധാനങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇത് പഠിച്ചു കുട്ടി, ഇത് മനസ്സിലാക്കിയ കുട്ടി വീട്ടിൽ വരുമ്പോ ഉമ്മയുടെ വസ്ത്രധാരണം, ഉപ്പയുടെ വസ്ത്രധാരണം, നമ്മുടെ ഫോൺ ഉപയോഗം, നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ കേൾവികൾ, നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ വരുമാന മാർഗങ്ങൾ, ഇതൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണെന്ന് തിരിച്ചറിയുമ്പോ എത്ര വലിയ ഷോക്ക് ഉണ്ടാവും, എത്ര വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താണ് ഈ വൈരുദ്ധ്യം? പഠിക്കുന്നത് ഇങ്ങനെ, കാണുന്നത് ഇങ്ങനെ, അപ്പൊ ഞാൻ ഏത് മാർഗം സ്വീകരിക്കണമെന്ന കൺഫ്യൂഷൻ, സംശയം, ദീനിന് ഇത്ര പ്രാധാന്യമേ ഉള്ളൂ, ഇത്ര വിലയേ ഉള്ളൂ എന്ന നിസാരവൽക്കരണം, ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒന്നാമതായി കുടുംബത്തിന്റെ സമാധാനത്തിനും സ്വസ്ഥതക്കും നമ്മൾ ദീന് പാലിക്കുന്നവരാകണം. ആമുഖഭാഷണത്തിൽ ഇവിടെ പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത്, എന്താണ് സ്റ്റാറ്റസ് വെക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്താലേ ആൾക്കാർക്ക് മനസ്സിലാകുള്ളൂ എന്ന അവസ്ഥയിലേക്ക് കാര്യം പോവാണ്. അല്ലേ? 20 കൊല്ലത്തെ ഒരുമിച്ചുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇടുമ്പോ നമുക്കറിയാലോ ആ 20 കൊല്ലം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അല്ലെ? മധുരിക്കുന്ന വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചുകൊണ്ട് ലോകർക്ക് മുന്നിൽ നമ്മുടെ കുടുംബത്തേക്ക് കാണിച്ച്
ഇങ്ങനെ പ്രകടനപരത നടത്തേണ്ട ആവശ്യം നമുക്കുണ്ടോ? ആളുകളെ നമ്മുടെ സ്നേഹവും നമ്മുടെ വാത്സല്യവും ആളുകളെ കാണിക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? ആളുകളിൽ നിന്ന് കിട്ടുന്ന ലൈക്കും കമന്റും നമുക്കും വലിയ ഇമ്പോർട്ടന്റ് ആയി മാറുന്നുണ്ടോ? അവിടെയൊക്കെ നമ്മൾ നമ്മുടെ ദീന് വർക്ക് ചെയ്യണം. പണം ഉണ്ടാക്കാം ഹലാലായ മാർഗത്തിൽ. പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് യോജിച്ചതല്ല. മക്കളുടെ വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോൾ ഹലാല് ഭക്ഷിപ്പിക്കണം. ഹലാല് തിന്ന് വളർന്ന മക്കളെ നന്നാവുള്ളൂ. ഹറാമ് തിന്ന് വളർന്ന മക്കൾ കേടുവന്നു പോവും. അതുകൊണ്ട് നമ്മുടെ വരുമാനം നമ്മൾ നന്നാക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നന്നാക്കണം. ഉമ്മയുടെ ഫോണ് കുട്ടികളുടെ കയ്യിലാണ്, ഉപ്പയുടെ ഫോണും കുട്ടികളുടെ കയ്യിലാണ്. നമ്മൾ ഒരുപക്ഷെ കണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അത് തിരിച്ചെടുക്കാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ട്. അവർ നമ്മളെക്കാൾ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഉപ്പ എതിർക്കുന്ന കാര്യം ഉപ്പ കാണുന്നു എന്ന് കുട്ടി അറിഞ്ഞാൽ, ഈ വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പുരുഷനല്ല ഒരു സ്ത്രീയാണെന്നറിഞ്ഞാൽ, സ്ത്രീയുടെ പേരിലുള്ളത് ഒരു സ്ത്രീയല്ല പുരുഷനാണെന്നറിഞ്ഞാൽ, അതൊക്കെ വലിയ പരിക്കുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ദീൻ എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്നാണ്. ദീന് നമ്മൾ പാലിച്ചു ജീവിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നമ്മളും അറിയാതെ ലിബറലായി പോകുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. എല്ലാവരും അറിയാതെ ലിബറലായി പോവാ. പൊതു സമൂഹം ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് നമ്മളും ഇങ്ങനെ മാറുക. നമ്മൾ തന്നെ അറിയാണ്ട് നമ്മളിങ്ങനെ മാറിപ്പോണ ഒരു സാഹചര്യത്തെ നമ്മൾ ഗൗരവത്തോടുകൂടെ കണ്ടില്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു രീതിയായിരിക്കും നമ്മുടെ മക്കളുടെ മുന്നിൽ നമ്മൾ വർണ്ണിച്ച് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീന് പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഭാര്യയും ഭർത്താക്കന്മാരും അവരിൽ മംഗളം നേർന്നു ഒരാണിനും ഒരു പെണ്ണിനും. ഏതാണ് ആണ്? രാത്രി അയാൾ എണീറ്റു, ഭാര്യ ഉറങ്ങാണ്. ഭാര്യയെ വിളിച്ചു, എണീക്കുന്നില്ല. വെള്ളം കുടഞ്ഞു, വിളിച്ചുണർത്തി. റഹിമല്ലാഹു റജുലൻ, ആ പുരുഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചൊരിയട്ടെ. പിറ്റേ ദിവസം ഭാര്യയാണ് എണീറ്റത്, ഭർത്താവ് ഉറങ്ങാണ്. വിളിച്ചു നോക്കി, ഉണരുന്നില്ല, തിരിഞ്ഞു മറിഞ്ഞും കിടക്കുകയാണ്. വെള്ളമെടുത്തു കുടഞ്ഞു, നിസ്കരിക്കാൻ വേണ്ടി രാത്രി നിസ്കരിക്കാൻ ഭർത്താവിനെ വിളിച്ചുണർത്തി. റഹിമല്ലാഹു ഇംറഅതൻ, അല്ലാഹു ആ ഭാര്യക്ക് കരുണ ചൊരിയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ദീന് പാലിച്ച് ദീനിന്റെ കാര്യത്തിൽ പരസ്പരം സഹകരിച്ച് ദീനിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് മുന്നോട്ട് പോവാ. ഒന്നാം സ്ഥാനം ദീനാണ്, പിന്നെയാണ് ബാക്കി കാര്യത്തിനൊക്കെ ഉള്ളത്. നിങ്ങൾ ആലോചിക്കൊരു മഴ പെയ്യാണ്, നമുക്ക് ഓഫീസിൽ പോകണം, നമ്മൾ എന്താ ചെയ്യാ? ബൈക്ക് യാത്രക്കാരൊക്കെ കോട്ടിട്ട് പോകും അല്ലേ? എന്നാൽ നമുക്ക് ജമാഅത്തിന് പോകണം, നമ്മൾ എന്താ ചെയ്യാ? മഴ ചോരാൻ അവിടെ അങ്ങനെ കാത്തുക്കും. എന്നിട്ട് ഫോൺ നോക്കിയിട്ടല്ലേ, വാച്ച് നോക്കിയിട്ട് ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന പരിയിൽ നിസ്കരിക്കും അല്ലേ? നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി കോട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ, നമ്മൾ മഴ പെയ്യുമ്പോ ഇളവുണ്ട്, അതിന്റെ മസാല തെരഞ്ഞ് അതിന്റെ കാര്യങ്ങൾ നോക്കി മാറി നിൽക്കുക എന്ന് പറയുമ്പോ അവിടെ ഇളവെടുത്തോ ഇല്ലേ എന്നുള്ള ചർച്ചയ്ക്കപ്പുറത്ത് നമുക്ക് ഏതിനാണ് കൂടുതൽ പ്രാധാന്യം എന്നതാണ് അവിടെ നിന്ന് വ്യക്തമാണ് അല്ലെ? സ്വന്തം കാര്യത്തിന് വേണ്ടി എത്ര കിലോമീറ്റർ ആളുകൾ യാത്ര ചെയ്യും, എത്ര വിശപ്പും സഹിക്കും, എത്ര റിസ്ക് എടുത്ത് തൂങ്ങിപ്പിടിച്ച് ട്രെയിനിൽ 3 മണിക്കൂർ കണ്ടിന്യൂസ്ലി നിൽക്കും. ആർക്കേലും പരാതി ഉണ്ടോ? ആർക്കും പരാതിയില്ല. എന്ത്? സർട്ടിഫിക്കറ്റ് ശരിയാവണം, ഹോസ്പിറ്റലിൽ പോകണം അല്ലെ, ജോലി ശരിയാവണം, ഇന്റർവ്യൂക്ക് പോകണം അല്ലെ, ടിക്കറ്റും വിസ റെഡിയാണ്, യാത്രക്ക് പോകണം. എത്ര മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്തണം? ആർക്കേലും വിഷമമുണ്ടോ? 3 മണിക്കൂർ മുമ്പ് 4 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്താൻ ആർക്കേലും വിഷമമുണ്ടോ? നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കിട്ടി, ബോഡി പാസ് കിട്ടി, 1.5 മണിക്കൂർ അവിടെ കസേരയിൽ ഫോണും നോക്കി വെയിറ്റ് ചെയ്ത ആർക്കെങ്കിലും പരാതി ഉണ്ടോ? ആർക്കും പരാതിയില്ല. എന്തേ? നമുക്ക് ആവശ്യമുണ്ട്, നമ്മളതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ ദീനിന്റെ കാര്യത്തിനോ അവിടെ തന്നെ നമുക്ക് മനസ്സിൽ നമ്മൾ ഏതിനാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് ഫസ്റ്റ് ദീനായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വ അസ്ലിഹ് ലി ദുനിയായ അല്ലതീ ഫീഹാ മആശി. അല്ലാഹുവേ, എന്റെ ദീനിനെ നീ നന്നാക്കി തരണം. ഒന്നാമത്തെ പ്രാർത്ഥന ഫസ്റ്റ് ചോദിച്ചത് ദീനാണ്.
എന്റെ ദീനിനെ നീ നന്നാക്കി തരണമേ, ദീനാണ് എന്റെ എല്ലാറ്റിന്റെയും അവലംബം. അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. അല്ലാഹുവേ, എന്റെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം നീ ദുനിയാവാക്കല്ലേ. ഞാൻ ഇൽമ് തേടുന്നതും ഇൽമ് പ്രസരിപ്പിക്കുന്നതും ഇൽമ് പഠിപ്പിക്കുന്നതും ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടി ആക്കല്ലേ പടച്ചോനെ. എന്റെ ജീവിതത്തിന്റെ അജണ്ട നീ ദുനിയാവാക്കല്ലേ, ദീനാക്കണേ. അപ്പൊ ദീനാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത്. നമ്മുടെ കച്ചവടത്തെക്കാൾ, നമ്മുടെ വീട്ടു ജോലിയേക്കാൾ, നമ്മുടെ മറ്റു കാര്യങ്ങളെക്കാൾ, നമ്മുടെ സ്വന്തം ഇഷ്ടത്തെക്കാൾ, നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളെക്കാൾ ഏറ്റവും അധികം ഉയർന്നു നിൽക്കേണ്ടത് ദീനാണ്. ആ ദീനിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരു സാഹചര്യം രക്ഷിതാക്കൾക്കുണ്ടാകുമ്പോ അവിടെ വളരുന്ന കുട്ടികളിൽ മാറ്റം ഉണ്ടാവും. അല്ലെ, ഉപ്പച്ചി മകന് ഡ്രോയിങ്ങിന് വേണ്ടി ഒരു ബുക്കും കളറൊക്കെ വാങ്ങിച്ചു കൊടുത്തു. കുട്ടി ഒരു വീട് വരച്ചു. വീട് വരച്ചിട്ട് ഉപ്പക്ക് കാണിച്ചു കൊടുത്തു. ഉപ്പ, എങ്ങനെയുണ്ട് എന്റെ വീട്? ഉപ്പ പറഞ്ഞു, ഉഷാറായിട്ടുണ്ട്, അടിപൊളിയാണല്ലോ. ഇതെന്താണ് മോനെ? ഇത് സിറ്റ് ഔട്ടാണ്. ഇതെന്താണ്? ഡൈനിങ് ഹാളാണ്. ഇതെന്താണ്? ഓഫീസ് റൂമാണ്. ഇതെന്താ? വലിയൊരു റൂം. അതെനിക്കും എന്റെ ഭാര്യക്കുള്ള ബെഡ്റൂമാണ്. ഇതെന്തൊരു ചെറിയ റൂം? അത് നിങ്ങൾക്ക് കിടക്കാനുള്ളതാണ്. അത് നിങ്ങൾക്ക് കിടക്കാനുള്ളതാണ്. അപ്പൊ അതെന്താ മോനെ ഉപ്പക്ക് ചെറിയ റൂം? ഉപ്പന്റെ ഉമ്മനെ നമ്മൾ കടത്തിയത് ഈ വീട്ടിലെ ഏറ്റവും ചെറിയ റൂമിലല്ലേ? അതുകൊണ്ടാണ് ഉപ്പക്ക് ചെറിയ റൂം ഉണ്ടാക്കിയത്. അപ്പൊ അതൊരു ഭാവനയിൽ ഉണ്ടാക്കിയ ചിത്രമാണെങ്കിലും അതൊരു സത്യമാണ്. നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നാണ്, നമ്മുടെ ഇടപെടലിൽ നിന്നാണ്, നമ്മുടെ നിർവഹണങ്ങളിൽ നിന്നാണ്, നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യത്തിൽ നിന്നാണ് കാര്യങ്ങൾ കുട്ടികൾ കാണുന്നത്. നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ പറയുന്നതാണ് കൂടുതൽ കുട്ടികൾ ശ്രദ്ധിക്കുന്നതെന്ന്. അല്ല, നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളെ നോക്കിയിട്ടാണ് അവർ ഒതുടുക്കുന്നത്. കണ്ടില്ലേ? പള്ളിയിലേക്ക് നമ്മുടെ കൂടെ വന്നാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ അവർ ചെയ്യുക. നമ്മളെ നോക്കിയിട്ട് അവർ നിസ്കരിക്കുക. നിസ്കാരത്തിൽ നമ്മൾ അറിയാതെ ഒന്ന് താടി ശരിയാക്കിയാൽ അവരും ഒന്ന് താടി ശരിയാക്കും. അത്രയും അധികം നമ്മൾ അനുകരിക്കുകയാണ് കുട്ടികൾ. പ്രത്യേകിച്ച് 1 to 7 ഏജ് എന്ന് പറയുന്നത് മോഡലിംഗ് സ്റ്റേജാണ്. എന്താണോ കാണുന്നത് അത് അതുപോലെ മോഡലാക്കും, അതുപോലെ കോപ്പി ചെയ്യുന്ന സമയം നമ്മളെ കോപ്പി ചെയ്യും. അവരുടെ സിബ്ലിങ്സിനെ, അതായത് മുകളിലും താഴെയുള്ള കുട്ടികളെ, അവർ സ്കൂളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഫ്രണ്ട്സിനെ, അവരെന്താണോ ഫോണിൽ കാണുന്ന വീഡിയോസ്, അതിനെ എന്ത് കണ്ടാലും അതിനെ അവർ മോഡൽ ചെയ്യുന്ന ഏജ് ലെവലാണ് ആ ഒരു സമയം. അതുകൊണ്ട് ഒന്ന്, നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ദീന് പാലിക്കണം. 2, നമ്മുടെ കുടുംബം നന്നാവണമെങ്കിൽ നമ്മൾ ദീന് പാലിക്കണം. അപ്പൊ രക്ഷിതാക്കളിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിന്റെ അലകും പിടിയും നമ്മുടെ ദീനീ ബോധത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പറ്റാത്തത് വലിയ ഗൗരവമാണ് എന്ന് കുട്ടി മനസ്സിലാക്കേണ്ടത് നമ്മളിൽ നിന്നാണ്. ആരാന്റെ സാധനം എടുത്ത് തിന്നരുത് എന്ന് ക്ലാസ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ കുട്ടിക്ക് എഫക്റ്റ് ചെയ്യും. റസൂലുള്ളാഹി പറയാണ്, അല്ലേ, നമുക്ക് സക്കാത്തിന്റെ മുതൽ കഴിക്കാൻ പറ്റില്ലല്ലോ മോനെ എന്ന് പറയുമ്പോ, വായിൽ കൈയിട്ടത് ഛർദിപ്പിച്ച് കളയുമ്പോ തെറ്റിനോടുള്ള ഗൗരവം കുട്ടിക്ക് കറക്റ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ല, മ്യൂസിക് കേൾക്കരുത്, സിനിമ കാണരുത്, അനാവശ്യങ്ങളിലേക്ക് പോകരുത് എന്ന് പറയുമ്പോ നമ്മളതിൽ ജാഗ്രത കാണിക്കുന്നത് കുട്ടികൾ മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. എല്ലാം അങ്ങനെയാണ്. നിസ്കരിച്ചോ 100 വട്ടം എംബോ ചെയ്തതിനേക്കാളും എളുപ്പമാണ് ബാങ്ക് കൊടുത്താൽ ഉടൻ ഉമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിർത്തിവെച്ച്, പടച്ചോനെ ബാങ്ക് കൊടുത്തു, ഇനി നിസ്കരിക്കണം, ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് വേറെ പണിയുള്ളൂ എന്ന് കുട്ടികളുടെ മുന്നിൽ വെച്ച് നമ്മളത് ചെയ്ത് കാണിക്കുമ്പോ കുട്ടിക്ക് മനസ്സിലാവും നിസ്കാരം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഭക്ഷണത്തെക്കാൾ, വീട് വൃത്തിയാക്കുന്നതിനേക്കാൾ, മറ്റു കാര്യങ്ങളെക്കാൾ, കല്യാണത്തെക്കാൾ, സൽക്കാരങ്ങളെക്കാൾ ഒക്കെ അല്ലെ, യാത്രയൊക്കെ പോകും. നമ്മൾ കുട്ടികളൊക്കെ കൊണ്ട് യാത്രയൊക്കെ പോകും. നിസ്കാരത്തിന്റെ കാര്യം, ദീനീയായ കാര്യം സ്ട്രിക്റ്റ് ആയിട്ടൊരു പ്ലാൻ ഉണ്ടാവണം. എവിടെ പോകണം ആദ്യം, പിന്നെ എവിടെ പോകണം, പിന്നെ എവിടെ പോകണം, താമസം എവിടെ ആയിരിക്കണം, ഫുഡ് എവിടെ നിന്നായിരിക്കണം, ഇതൊക്കെ നമ്മൾ പ്ലാൻ ആക്കും. ഇനി ഫാമിലിയാണ് പോണെങ്കിലോ അതിലുള്ള ആക്ടിവിറ്റീസും പരിപാടികളും സംഗതികളും ഒക്കെ പ്ലാൻ ആക്കും, അല്ലേ? പക്ഷെ ആരാധനയുടെ കാര്യം പ്ലാൻ ആയില്ലെങ്കിൽ അവിടെയാണ് കുട്ടി യാത്രയിൽ എങ്ങനെ നിസ്കരിക്കണം, ജമ്മും കസറും എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, അതിന് എത്രത്തോളം ഗൗരവമുണ്ട്, അല്ലെ? പാർക്കിൽ 3 മണിക്കൂർ 4 മണിക്കൂർ പാർക്ക് ചെലവാക്കും, നിസ്കാരം തപ്പേറം തീരും.
അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനമുണ്ടെന്ന് കുട്ടിയെ കറക്റ്റ് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ ജാഗ്രത കാണിക്കുന്നവരാകണം. നമ്മളെ കണ്ടാണ് അവർ പഠിക്കേണ്ടത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ദമ്പതികളുടെ ദീനീ ബോധമാണ്. എല്ലാ വിഷയത്തിനും വിശ്വാസം, കർമ്മം, ആചാരം, സ്വഭാവം, പെരുമാറ്റം, വസ്ത്രം, വേഷം, സമ്പാദ്യം, കാഴ്ച, കേൾവി, എല്ലാ രംഗത്തും നമ്മൾ ഇസ്ലാമികമായി ജീവിക്കണം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ ദാമ്പത്യ ജീവിതമാണ്. ഒരു വീട് സമാധാനത്തിന്റെ കേന്ദ്രമാകണമെങ്കിൽ അവിടെ നല്ല സൗകര്യങ്ങൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. എല്ലാ റൂമിലും AC ആണെങ്കിലും നല്ല ചൂടുണ്ടാവും. ഭാര്യയും ഭർത്താവും നല്ല അടിയാണെങ്കിൽ മനസ്സിലായില്ലേ? അത് 16 ഇട്ടിട്ടും കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധം ഏറ്റവും ഊഷ്മളമാകണം. അതെങ്ങനെ ഊഷ്മളമാകുക? ഊഷ്മളമാകണമെങ്കിൽ രണ്ടുപേർക്കും പടച്ചോൻ വെച്ച സ്ഥാനം മനസ്സിലാക്കണം. ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിന് ഏറ്റവും കടപ്പെട്ടത് ആണിനോടാണ്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, അല്ലാഹുക്കല്ലാതെ സുജൂദ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. നിന്റെ ഭർത്താവിന്റെ ശരീരം രക്തവും ചെലവും വാർന്നൊഴുകുന്നത് നീ നിന്റെ നാവ് കൊണ്ട് നക്കി തുടച്ച് വൃത്തിയാക്കിയാലും ശരി, ഭർത്താവിനോടുള്ള നിന്റെ കടപ്പാട് പൂർത്തീകരിക്കപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണിന്റെ സ്വർഗവും നരകവും അവളുടെ ഭർത്താവാണ്. 5 നേരത്തെ നമസ്കാരം, നോമ്പ്, ലൈംഗിക വിശുദ്ധി, ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏതിലൂടെയും ഒരു പെണ്ണിന് പ്രവേശിക്കാം. എത്ര സ്ഥാനം! പലപ്പോഴും സ്നേഹം കൊണ്ട് സ്നേഹിക്കുന്നവരേക്ക് ഏറ്റവും അധികം ചൂഷണം ചെയ്യാം. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ നല്ല വേദനിപ്പിക്കും. അതിലൊരു സുഖമുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, സ്വന്തമാണ് എന്ന് ബോധ്യപ്പെടുമ്പോ എന്തും സംസാരിക്കുന്ന, എങ്ങനെയും പെരുമാറുന്ന, എങ്ങനെയും ഇടപെടുന്ന, അയാളോട് എങ്ങനെയായാലും കുഴപ്പമില്ല എന്നൊരവസ്ഥ ഒരിക്കലും ഇണകളുടെ ഭാഗത്തുണ്ടാവരുത്. ഏറ്റവും അധികം ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് നമ്മുടെ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത്. അവിടെ സ്ഥാനത്തെ അംഗീകരിക്കുക. അള്ള വെച്ച സ്ഥാനമാണത്. അള്ള വെച്ച സ്ഥാനം ഒരാൾക്കും ഇടിക്കാൻ കഴിയില്ല. അവിടെ സ്ത്രീക്ക് എന്താ സ്ഥാനം കുറഞ്ഞു പോയോ? സ്ത്രീക്ക് എന്താ സ്വാതന്ത്ര്യമില്ലേ? സ്ത്രീ എന്തിനാണ് പുരുഷന്റെ താഴെ അടിമവേല ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആളുകള് അവരുടെ ഭർത്താവിനുള്ള ചോറും കറിയൊക്കെ ബോക്സിലാക്കി മൂപ്പര് ഓഫീസ് പറഞ്ഞതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സ്വന്തം മക്കളെയും സ്വന്തം ഭർത്താവിനൊക്കെ അവരുടെ ജോലി സ്ഥലത്തേക്ക് പറഞ്ഞതിന് ശേഷമാണ് അവർ യൂട്യൂബിലൂടെ ഇത്തരം മാലിന്യങ്ങൾ ഛർദ്ദിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കണേ. അത് മനസ്സിലാക്കുക. ഇനി അവർക്ക് ദാമ്പത്യം ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അള്ള നിശ്ചയിച്ചത് നിർവഹിച്ചു പോകുക എന്നുള്ള വിശ്വാസത്തിന് മുകളിലല്ല ഒന്നും, വിശ്വാസത്തിന് താഴെയാണെല്ലാം. അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ സ്ഥാനം സ്ത്രീകൾ മനസ്സിലാക്കണം, സ്ത്രീകളുടെ സ്ഥാനം പുരുഷന്മാർ മനസ്സിലാക്കണം. 18 കൊല്ലം ബാപ്പയുടെ കീഴിൽ ജീവിച്ച ഒരു പെണ്ണ് നമ്മുടെ കൈ പിടിച്ച് നമ്മുടെ കൂടെ വരുമ്പോ അവളെ സന്തോഷിപ്പിക്കാൻ, അവളെ സമാധാനിപ്പിക്കാൻ, അവളുടെ കൂടെ നടക്കാൻ, അവളുടെ ഹലാലായ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ, അവൾക്കുള്ള വസ്ത്രം, അവൾക്കുള്ള ഭക്ഷണം, അവൾക്കുള്ള സൗകര്യങ്ങൾ, അവൾക്കുള്ള ആരാധനാ സ്വാതന്ത്ര്യം, ഇതെല്ലാം വകവെച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഉപ്പ പരിലാളന നൽകിയതിനേക്കാൾ കൂടുതൽ. നബിയുടെ ദാമ്പത്യം അങ്ങനെയായിരുന്നു. സുബഹിന് ശേഷവും അസറിന് ശേഷവും നബി എല്ലാ ഭാര്യമാരെയും സന്ദർശിക്കും. അവരോടൊക്കെ സലാം പറയും, അവരോടൊക്കെ സ്നേഹം പങ്കുവെക്കും, അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കും. ഓരോരുത്തർക്കും ദിവസം നിശ്ചയിച്ച് അവരുടെ കൂടെ കഴിഞ്ഞുകൂടും. അവർക്ക് സന്തോഷം കിട്ടുന്ന ഹലാലായ കാര്യങ്ങളിലെല്ലാം അവരുടെ കൂടെ നിൽക്കും. അവർക്ക് എന്തെങ്കിലും വിഷമുണ്ടാകുമ്പോ അവരെ ആശ്വസിപ്പിച്ച് അവരെ ചേർത്ത് പിടിക്കും. ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ നോവിച്ചിട്ടില്ല. ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അവസാനത്തെ വാക്കിൽ നിസാഉകും, നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ സ്ത്രീകൾ. എത്ര ഗൗരവമുണ്ടപ്പോ! ഇപ്പൊ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കഷ്ടപ്പെടുത്താനാണ് കല്യാണം കഴിക്കുന്നതെന്നല്ല. ദീനീ ബോധമുള്ള ഒരുത്തൻ നമ്മെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുപോയാൽ കൂടുതൽ സെക്യൂരിറ്റിയാണ്. ആ പുരുഷന് പ്രവാചകൻ കൊടുത്ത ഉപദേശങ്ങൾ എത്രത്തോളമാണ്! അവിടെ പീഡനമല്ല, അവിടെ സ്നേഹവും ലാളനയും അതുപോലെ തന്നെ പരിപാലനവുമാണ് അവിടെ നടക്കുന്നത്.
മനസ്സിലായില്ല? എത്രത്തോളം പുരുഷന്മാരോട് പറഞ്ഞു, നിനക്ക് വെറുപ്പുള്ളത് അവളിൽ നീ കാണും, കണ്ടാലും നീ ക്ഷമിക്കണം, അവളുടെ മറ്റൊരു ഗുണം നീ ഓർത്തുകൊണ്ട് നീ ക്ഷമിക്കണമെന്നാണ് പുരുഷന്മാരോട് പറഞ്ഞത്. മുഖത്തടിക്കരുത്, ആളുകളുടെ ഇടയിൽ വെച്ച് ശകാരിക്കരുത്. സ്വന്തം ഉമ്മാന്റെ മുമ്പിൽ വെച്ചിട്ട് ഭാര്യനെ ചീത്ത പറഞ്ഞ എന്താ? ഏറ്റവും അധികം സ്നേഹിക്കേണ്ട സംരക്ഷിക്കേണ്ട ഒരാളെന്നെ ഒരു ലക്കും ലഗാനുമില്ലാതെ ഇടപെടുന്നുവെങ്കിൽ ആർക്കും ഇവളോട് എങ്ങനെയും പെരുമാറാമെന്ന വലിയൊരു മുന്നറിയിപ്പ്, ഒരു അറിയിപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ദാമ്പത്യം ഏറ്റവും ഊഷ്മളമാണ്. ഇന്നിപ്പോ എന്താ വെച്ചാൽ എല്ലാവർക്കും അവനാന് കിട്ടാനുള്ള എന്താന്ന് നല്ല ബോധമുണ്ട്, അങ്ങോട്ട് കൊടുക്കാനുള്ള എന്താന്നൊരു ബോധമില്ല. അത് മക്കളാണെങ്കിൽ അങ്ങനെ തന്നെയാണ് അല്ലേ? നിങ്ങൾ അന്ന് അങ്ങനെ തരാറില്ലേ, ഇങ്ങനെ തരാറില്ലേ, അത് തരാറില്ലേ എന്ന് പറഞ്ഞാൽ കുട്ടികൾ പിന്നാലെ കൂടും. എന്നാൽ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്താണെന്നുള്ള ബോധം ഉണ്ടാവില്ല, ഇങ്ങോട്ട് കൊടുക്കേണ്ട എന്താന്നുള്ള ബോധം ഉണ്ടാവില്ല. ഇങ്ങനെ തന്നെയാണ് പുരുഷന്മാർ. അവള് സ്നേഹിക്കുന്നില്ല, അവള് പരിഗണിക്കുന്നില്ല, അവള് പിന്നെ എനിക്കൊരു സ്ഥാനം നൽകുന്നില്ല, അവൾ എനിക്ക് സമയം നിശ്ചയിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻസ് നമ്മൾ പറയണ്ടെന്നും പറയണില്ല, അതൊക്കെ പരിഹരിച്ചു പോണം, പരിഹരിക്കണ്ടെന്നും പറയുന്നില്ല, അതിനൊക്കെ പരിഹാരമുണ്ട്. പക്ഷേ അങ്ങോട്ട് കൊടുക്കേണ്ടത് എന്താന്ന് ബോധമില്ലാതെ വെറും അവകാശങ്ങളെ കുറിച്ച് മാത്രമാണ് ഇന്നത്തെ എല്ലാവർക്കും ഒന്ന് ബോധമുള്ളത്. അതുകൊണ്ട് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ട് കിട്ടാനുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എത്രത്തോളം ബോധേടാണോ അതുപോലെ അങ്ങോട്ട് കൊടുക്കാനുള്ളതിനെ കുറിച്ചും ബോധവാന്മാരായിക്കൊണ്ട് ഏറ്റവും നല്ല ഇണക്കത്തോടെ സ്നേഹത്തോടെ നമ്മൾ ജീവിക്കുന്നത് മക്കൾ കാണണം. അവിടെ വളരുന്ന കുട്ടികൾ നല്ല ഹാപ്പി ആയിരിക്കും, അവർ നല്ല മെന്റലി പവറുള്ളവരായിരിക്കും, അവർ നിരാശയില്ലാത്ത മാനസിക വിഭ്രാന്തിയില്ലാത്ത കുട്ടികളായിരിക്കും. എന്നാൽ കുടുംബ കലഹങ്ങൾ ഉണ്ടാകുന്ന വീടുകളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും അധികം നേരിടുന്ന പ്രശ്നം അവഗണനയാണ്. ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ജീവിതത്തെ മൊത്തം നശിപ്പിക്കുന്ന ഏറ്റവും വലിയ കാരണം എന്താ ചോദിച്ചാൽ അവഗണനയാണ്. ഭാര്യയും ഭർത്താവും കച്ചറയിൽ കഴിയുന്ന വീട്ടിലെ മക്കള് അനാഥരായിരിക്കും, അവർ കേൾക്കാൻ ആളുണ്ടാവില്ല. അപ്പോൾ അവർ കേൾക്കാൻ മറ്റുള്ളവരെ കണ്ടെത്തും, അവർക്ക് സന്തോഷം കിട്ടുന്ന വഴികൾ ഉണ്ടാവില്ല. അപ്പോൾ അവർ സന്തോഷം കിട്ടാൻ മറ്റു ലഹരിയിലും മറ്റിലും അവർ ചേക്കേറും. ഭാര്യയും ഭർത്താവും ഭയങ്കര കച്ചറയാ, അത് തീർക്കാനുള്ള സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു ചർച്ച, മോൾക്ക് ഒരു ബന്ധമുണ്ട്, അതൊന്ന് തീർക്കണം. മനസ്സിലായില്ലേ? അത് സ്വാഭാവികമായിട്ടുണ്ടാവും. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കങ്ങൾ, വിയോജിപ്പുകൾ, അതൊക്കെ വലിയ പ്രശ്നമാണ്. അതൊക്കെ നമ്മൾ വേഗത്തിൽ പരിഹരിച്ചു പോകണം, മക്കളെ ഓർത്തിട്ടെങ്കിലും. എന്നിട്ട് സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സാഹചര്യം കുട്ടിയുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ നമുക്ക് പറ്റണം. അതിന് ഏറ്റവും വലിയ മാർഗം, ഒന്ന്, നമ്മൾ തമ്മിലുള്ള വില മനസ്സിലാക്കുക. രണ്ട്, നമ്മൾ തമ്മിലുള്ള ആവശ്യങ്ങൾ എന്താണെന്ന് അങ്ങോട്ടോട് ചർച്ച ചെയ്യാം. എല്ലാ ആണുങ്ങളും ഒരുപോലെയല്ല, എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയല്ല, എല്ലാവരുടെയും സ്നേഹത്തിന്റെ ഭാഷ ഒന്നല്ല. ചിലർക്ക് നല്ലോണം കെയർ ചെയ്താൽ മതിയാവും സംസാരം കൊണ്ടൊക്കെ. എന്നാൽ ചില ആളുകൾക്ക് നമ്മൾ ഫിസിക്കലി അവരെ കൂടെ ഉണ്ടായിരിക്കേണ്ടി വരും. അപ്പൊ അത് നമ്മൾ രണ്ടുപേരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ചു മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾക്ക് വലിയൊരു സ്പേസ് ഉള്ള സ്ഥലം, തന്നെ കേൾക്കാൻ ആളില്ല എന്നുള്ള. ഒരു വിവാഹം കഴിഞ്ഞ ഒരാണിനും പെണ്ണിനും അങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാൻ പാടില്ല. അത് ഭർത്താക്കന്മാരായി നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഭാര്യയ്ക്ക് സംസാരിക്കാനും അവരുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാനും അതിൽ ആശ്വാസം പകരാനും നമ്മൾ ഒരു സമയം അലോട്ട് ചെയ്യണം. ഭാര്യമാർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാനുള്ളതുപോലെ ഭർത്താക്കന്മാർക്ക് അങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടാവും. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ദാമ്പത്യ ജീവിതത്തിന്റെ അലൈൻമെന്റ് തെറ്റും. അതുകൊണ്ട് ഇയാൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സമയം കൂടെ നമ്മൾ അനുവദിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ ദാമ്പത്യം ഏറ്റവും ഊഷ്മളമായി മുന്നോട്ട് പോകും. അവിടെ വളരുന്ന മക്കൾ ഏറ്റവും നല്ല മക്കളായി മാറും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട കാര്യം കൃത്യമായിട്ട് കൊടുക്കാന്ന്. കുടുംബത്തിൽ ജനിക്കുന്ന നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട കാര്യം കൃത്യമായിട്ട് കൊടുക്കാം. എന്താണ് മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്? മക്കൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്?
അതിൽ ഒന്നാമത്തെ കാര്യം തർബിയത്താണ്. ഒരു പിതാവ് ഒരു മാതാവ് കുട്ടിക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാമിക ചിട്ടയിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇസ്ലാമിക ചിട്ടയിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അവരെ ചീത്ത പറഞ്ഞ്, അവരെ ശകാരിച്ച്, അവരെ പേടിപ്പിച്ച്, അവരൊരു ദീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന നിലക്കല്ല. മറിച്ച് ദീനിന്റെ ഭംഗിയും മനോഹാരിതയും സൗന്ദര്യവും സന്തോഷവും നമ്മൾ അവർക്ക് പകരണം. നമ്മൾ ഏറ്റവും അധികം നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് ഇബാദത്തിലാണെന്നും നമുക്ക് ഈ കിട്ടിയ ഖൈറാത്തുകൾ മുഴുവൻ പടച്ചറബ് തന്നതാണെന്നും ദീന് പാലിച്ച് മുന്നോട്ട് പോയാലേ നമുക്ക് സന്തോഷകരമായൊരു ജീവിതം ഇവിടെയും പരലോകത്തും ഉണ്ടാകൂ എന്നും കൃത്യമായിട്ട് അവർക്ക് പകർന്നു കൊടുക്കും. എന്തുകൊണ്ടാണ് ഫോണിലേക്ക് അവർ അട്രാക്റ്റഡ് ആവുന്നത്? ഫോൺ നോക്കുമ്പോൾ അവർക്കൊരു ആനന്ദമുണ്ട് അല്ലേ? കാർട്ടൂൺ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. അതിന് പകരമായിട്ട് ദീനിന്റെ സന്തോഷം അവർക്ക് കൃത്യമായിട്ട് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റണം. അത് പകർന്നു കൊടുത്താൽ കുട്ടികൾ എവിടെയും പോവില്ല, നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു പിതാവ് ഒരു മാതാവ് കുട്ടികൾക്ക് ഏറ്റവും അധികം കൊടുക്കേണ്ട കാര്യം തർബിയത്ത്. അതിന് ഞാൻ യോഗ്യനല്ല എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ യോഗ്യത നേടിയാൽ മതി, എളുപ്പമാണ്. ഞാൻ എൻ്റെ പ്രവർത്തനമൊന്നും ശരിയല്ല, പിന്നെ ഞാനെങ്ങനെ എൻ്റെ മക്കളെ ശരിയാക്കുക എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ പ്രവർത്തനം ശരിയാക്കിയാൽ മതി. അല്ലാണ്ട് നമ്മൾ നമ്മുടെ മക്കളെ ഗൈഡ് ചെയ്യാതിരിക്കരുത്, അവരെ കയറൂരി വിട്ടുപോരുത്. അവരുടെ കാര്യങ്ങൾ അവരുടെ കൂടെ നടന്ന് അവരെ കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റണം. കുട്ടിയാണ്, പാകപ്പെടുത്തി കുഴച്ചു വെച്ച ഒരു മാവിന് സമമാണ്. ആ മാവ് എങ്ങോട്ടും കൊണ്ടുപോവാം. അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര് നൈസായിട്ട് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഫോൺ കൊടുക്കുന്നതിനെ കുറിച്ച്. ഫോൺ നമ്മൾ കൊടുക്കരുത് എന്നൊരിക്കലും പറയുന്നില്ല. പക്ഷെ ഫോൺ കൊടുക്കുന്നെങ്കിൽ എന്തിന്, എത്ര സമയം, അതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അതല്ലാതെ നമുക്ക് നമ്മുടെ പണികൾ ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മൾ മക്കളുടെ കയ്യിൽ ഫോൺ കൊടുത്താൽ 1 മിനിറ്റാണ് ഷോർട്സ്. പക്ഷെ അതിലൂടെ ഒരുപാട് മാരകമായ വിശ്വാസങ്ങൾ, മോശപ്പെട്ട കൾച്ചറുകൾ, ഇതെല്ലാം കുട്ടികളുടെ തലച്ചോറിൽ കുത്തിവെക്കും. ഈ കാഴ്ചകൾ ആ കണ്ടത് കുട്ടിയിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടിയെ കെയർ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ കുട്ടിയെ നിയന്ത്രിക്കും. അപ്പൊ നമ്മൾ അറിയാതെ കുട്ടിയുടെ, ഒരു പെൺകുട്ടിയുടെ പാന്റ് മുകളിലേക്ക് പോവും. നമ്മൾ കാണാതെ മുടി മുന്നിക്കിട്ടിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് തൂക്കിയിടും. നമ്മൾ കാണാതെ നമ്മൾ കാണുന്നിടത്തുനിന്ന് തട്ടം ഇതുവരെ ഇട്ട് കുറച്ചങ്ങോട്ടെത്തിയാൽ തട്ടം ഇങ്ങോട്ട് മാറും. നമ്മൾ അറിയാതെ ഒരുപാട് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകും. ബോയ്സ് ആണെങ്കിൽ പലവിധ കച്ചറകളും പലവിധ വരുമാന മാർഗങ്ങളും ലഹരി മാഫിയകളും ഒക്കെ അവരെ വരിഞ്ഞു മുറുക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരെ കാര്യങ്ങൾ സൂക്ഷിച്ചു കൊണ്ടടക്കണം. നമ്മൾ മുറബികളാണ്. മുറബി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ കാര്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് മുറബി. വലിയ കാര്യം പഠിപ്പിക്കല, കുട്ടിയുടെ പ്രായത്തിനും അവസ്ഥക്കും അനുസരിച്ച് അവന് മനസ്സിലാകുന്ന അവന്റെ ഭാഷയിൽ അവന് കാര്യങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ നിസ്കാരം. നമ്മളെന്നാ നിസ്കരിക്കൽ തുടങ്ങി? നമുക്ക് എപ്പോഴാ അതിന്റെ ബോധം ഉണ്ടായത്? എന്തുകൊണ്ടാണ് നമ്മൾ കൃത്യമായി നിസ്കരിക്കണത്? അത് പറഞ്ഞു കൊടുത്താൽ മതി. നിസ്കരിച്ചാൽ എന്താണ് ഗുണം, നിസ്കരിച്ചില്ലെങ്കിൽ എന്താണ് ദോഷം, അത് കറക്റ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കണം കുട്ടിയുടെ ഭാഷയിൽ. അല്ലാതെ നമ്മുടെ ഭീഷണിയും നമ്മുടെ കണ്ണുരുട്ടലുകൊണ്ടും അല്ലാതെ നടക്കണ്ടേ. കുട്ടി ആത്മാർത്ഥമായി ബോധ്യപ്പെട്ട് ചെയ്യണമെങ്കിൽ അവനത് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തിന്റെ മുതൽ കഴിച്ച കുട്ടിയുടെ വായിൽ കൈയിട്ട് ഛർദിച്ച് കളഞ്ഞപ്പോ ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞക്കല്ല, മോനെ നിനക്കറിയില്ലേ അഹ്ലു ബൈത്തിന് സക്കാത്തിന്റെ മുതൽ ഭക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ട് കഴിക്കരുത് എന്ന കാരണം പഠിപ്പിച്ചു കൊടുക്കാണ്. നബിയുടെ അടുക്കൽ ഒരാൾ വന്നു, എന്താ പേര് ചോദിച്ചു. അബുൽ ഹക്കമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹക്കം അള്ളയാണ്, അള്ളാഹ്ക്ക് അബില്ല, അതുകൊണ്ട് നിങ്ങളുടെ പേര് മാറ്റണം. ഈ പേരിടാൻ പറ്റൂല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അയാളെ ചീത്ത പറഞ്ഞക്കല്ല, മറിച്ച് അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ഇത്ര മക്കളുണ്ട്. ഒന്നാമത്തെ ആളെ പേരെന്താ? ഇന്ന പേരാണ്. അതിലേക്ക് അബ് ചേർത്തിട്ട് അയാൾക്ക് നബി പേരിട്ട് കൊടുത്തു. അപ്പൊ ഒരു കാര്യം പാടില്ല എന്ന് പറയുമ്പോ എന്താണ് പാടുള്ളത് എന്നുകൂടെ പഠിപ്പിച്ചു.
ഈവൻ പള്ളിയിൽ മൂത്രമൊഴിച്ച ആളെപ്പോലും നബി തിരുത്തിയപ്പോ അയാൾക്ക് നബിയോട് മഹബത്താ തോന്നിയത്. അല്ലേ? അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദൻ വലാ തർഹം മഅനാ അഹദ. അല്ലാഹു എനിക്കും മുഹമ്മദിനും നീ കരുണ ചെയ്യണേ, ഈ കൂടി നിൽക്കുന്ന ആർക്കും വേണ്ട എന്ന് പ്രാർത്ഥിച്ചു. ആര്? പള്ളി മൂത്രമൊഴിച്ച ആള്. നബി തെറ്റ് തിരുത്തിയിട്ടാണത്. മനസ്സിലായില്ലേ? അപ്പൊ കുട്ടികളിൽ അബദ്ധങ്ങൾ സംഭവിക്കും. ആ തെറ്റ് നമ്മൾ അങ്ങേയറ്റത്തെ സ്നേഹബുദ്ധിയാൽ തിരുത്തി കൊടുക്കണം. നസീഹത്ത് വേണം. തെറ്റ് തിരുത്താൻ ഇബാദത്താണ്. കുട്ടിക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കാറുള്ള ഇബാദത്താണ്. ഒരു ഇബാദത്ത് ചെയ്യുന്ന മനസ്സുണ്ടാവണം നമുക്കത് ചെയ്യുമ്പോ. ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യമാണ് നമ്മൾ നിർവഹിക്കുന്നത്. ആ അഭിമാന ബോധം നമുക്കുണ്ടാവണം. എന്നിട്ട് സ്നേഹത്തോടെ അവർക്ക് പകർന്നു കൊടുക്കണം. അല്ലെ? തീന്മേശയിൽ നിന്ന് ഉമർ എന്ന കുട്ടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാം. റസൂൽ പറയാ, ഗുലാം, പൊന്നുമോനെ, സമ്മില്ല, ബിസ്മി ചൊല്ല്, വകുൽ ബിയമീനിക്, വലത് കൈ കൊണ്ട് തിന്ന്, വകുൽ മിമ്മ യലീക്, നിന്റെ മുമ്പെന്ന് കഴിക്ക്. ഈ ഉമർ എന്ന കുട്ടി യുവാവായിട്ട് പറയാ, റസൂലുള്ള അന്ന് പഠിപ്പിച്ച ടേബിൾ മാനേഴ്സ് പിന്നെ ഒരിക്കലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ പഠിപ്പിക്കണം, പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കണം. കുട്ടിയാണെങ്കിലും ഒരു മനുഷ്യനാണ്, അതിനൊരു മനസ്സുണ്ട്, അതിനൊരു അഭിമാന ബോധമുണ്ട്. ആൾക്കാരടിയിലൊക്കെ വെച്ചിട്ടാ ചില ആൾക്കാർ വർത്തമാനം പറയാം. അല്ലേ? ഈ കണ്ട ആൾക്കാരെയൊക്കെ കണ്ടില്ലേ എന്നൊക്കെ പറയും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് അഭിമാന ബോധമുണ്ട്. ആ അഭിമാനത്തെ നമ്മൾ കളങ്കപ്പെടുത്തരുത്. എന്ത് ചെയ്താലും വലിയോനാണ് കുറ്റം. അല്ലേ? 3 മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്ത്, കരച്ചില് കേട്ടോ വിളി ഓന്റെ പേരെ വിളിക്ക, അനക്ക് ഞാൻ തരട്ടോ അറിയും. ഓൻ നിരപരാധി ആയിരിക്കും. ഇങ്ങോട്ട് നല്ലോണം കിട്ടി, പള്ളർച്ച് കിട്ടിക്കേക്ക്. അപ്പോഴേക്കാരൻ നമ്മളെ വക. ആരാണ് കുറ്റക്കാരൻ, ആരാണ് തുടക്കക്കാരൻ, എന്താണ്, ഇതൊക്കെ അറിഞ്ഞിട്ട് പ്രതികരിച്ചാൽ മതി. അത്രല്ലേ? തിരക്കൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് മരണം, നമ്മൾ എത്ര കാലം ജീവിക്കും അത്ര കാലം നമ്മളെ കൂടെ കുട്ടികളും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തിരക്കുടിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്താണ് കാര്യം, ആരുടെ അടുത്താണ് ന്യായം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. ഇല്ലെങ്കിൽ എന്താ, 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ആകെ പേടിച്ചു പെരക്കാരൊക്കെ. അവസാനം ടൗണിൽ നിന്ന് ഒരു ചെറിയ വിലക്ക് ഫോണ് വാങ്ങി മറ്റൊരു സ്റ്റേറ്റിക്ക് കടക്കാനുള്ള ബസ്സിന് കാത്തുക്കാവാം. ഓട്ടോറിക്ഷക്കാർക്ക് സംശയം തോന്നി, ഓര് പിടിച്ചു വെച്ച് വീട്ടുകാരെ വിവരം അറിയിച്ചപ്പോ കിട്ടി. എന്തിനാ പോയത്? എന്ത് ചെയ്താലും എനിക്ക് അവിടെ കുറ്റം. മനസ്സിലായില്ലേ? പണ്ടത്തെ പോലെയല്ല, കാര്യങ്ങൾ കുറച്ച് രൂക്ഷമാണ്. കുട്ടികൾ കാണുന്നതും കേൾക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കണമൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് എങ്ങനെ കുട്ടികൾ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ തർബിയത്ത് കൊടുത്തിട്ട് എന്റെ കുട്ടി കേടെന്ന് പറയരുത്. തർബിയത്ത് കൊടുക്കണത് നന്നാവാനാ, കേടുവരാനല്ല, കുട്ടി കയ്യിൽ നിന്ന് പോകാനല്ല. അതുകൊണ്ട് ആ ഒരു നിലക്ക് നമ്മൾ തർബിയത്ത് കൊടുക്കണം. പ്രായത്തിനനുസരിച്ച് കൊടുക്കണം, അവസ്ഥക്കനുസരിച്ച് കൊടുക്കണം, കേസിനനുസരിച്ച് കൊടുക്കണം. കുട്ടിക്ക് അബദ്ധവശാൽ വല്ല തെറ്റും സംഭവിച്ചാൽ ഒറ്റപ്പെടുത്തിയ വീണ്ടും കയ്യിൽ നിന്ന് പോവും. ചേർത്ത് പിടിക്കണം. നിനക്ക് അബദ്ധം പറ്റിയതാണ്, നിന്നെ രക്ഷപ്പെടുത്താൻ ഉമ്മി ഉപ്പിയുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഉമ്മി ഉപ്പി മതി എന്ന് കുട്ടികൾക്ക് മനസ്സിലാവുക. ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് അടുക്കും, ഇവിടെ നിന്ന് അകലും. അപ്പൊ നമ്മൾ നിന്ന് കുട്ടികൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തർബിയത്താണ്. അത് നമ്മുടെ മദ്രസ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് കുട്ടി പഠിക്കുന്നത്, പഠിക്കുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കല്ല. മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയിൽ മാർക്കല്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മറിച്ച് വീട്ടിൽ നിന്ന് നമ്മൾ മദ്രസ വിഷയം പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആ പാഠഭാഗത്തിലുള്ള വിശ്വാസം, അതിലുള്ള കർമ്മം, അതിലുള്ള സ്വഭാവം, അത് കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാർക്കിട്ടാണ് മദ്രസ ഉണ്ടാക്കി ആണോ? അല്ല. നമുക്ക് എല്ലായിടത്തും മാർക്കാ വേണ്ടി, അല്ലേ? മാർക്ക് വേണം, മാർക്ക് വേണം, മാർക്ക് വേണം. ഞാൻ ഖുർആൻ പഠിച്ചോ, അല്ലെങ്കിൽ തോൽക്കും, ഇല്ലെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടൂല എന്നൊക്കെ പറയാം. ദീൻ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പണ്ഡിതന്മാർ കൊടുത്ത പ്രധാനപ്പെട്ട ഉപദേശം തന്റെ വിദ്യാർത്ഥികളിൽ ഇഖ്ലാസ് ഉണ്ടാക്കണം എന്നാണ്. ഇഖ്ലാസ് ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ പഠിപ്പിക്കുമ്പോ അതിലെ കണ്ടന്റ് ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. കളവ് പറയരുത് എന്ന ചാപ്റ്റർ പഠിപ്പിക്കുമ്പോ അത് വായിച്ചു കൊടുക്കുമ്പോ കുട്ടി വീട്ടിൽ നിന്ന് ആൻസർ എഴുതുമ്പോ നമ്മൾ പറയേണ്ടത് ആ ചാപ്റ്ററിലുള്ള കണ്ടന്റ് ആണ്. മനസ്സിലല്ലേ? വലിയ കുളത്തോണ്ട് നമ്മുടെ മുഖം വലിച്ചു കീറൂലേ നമ്മൾ നുണ പറഞ്ഞാല്?
അപ്പൊ നമ്മൾ നുണ പറയാൻ പാടില്ലല്ലേ? അതിനെയാണ് നമ്മൾ ഒന്നും കൂടെ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ തറാക്കേണ്ടത്. കുട്ടിയുടെ മനസ്സിൽ അതിങ്ങനെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു കൊടുക്കണം. വീണ്ടും വീണ്ടും പറയുന്നത് കുട്ടിയുടെ മൈൻഡിൽ ഉണ്ടാവും. മനസ്സിലായോ? ആ ഒരു നിലക്ക് നമ്മൾ ആ പ്രായത്തിൽ പഠിക്കും. പിന്നെ മദ്രസ കാലം കഴിഞ്ഞാലാണ് കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ മതബോധം കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മള് പ്രൊഫഷണൽ സ്റ്റുഡൻസിന്റെ സമ്മേളനം വരികയാണ് അടുത്ത ആഴ്ച. അവിടെയൊക്കെ വന്നിട്ട് കുട്ടികൾ എന്താ പറയണേ? ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയാണ്. നമ്മളെന്താ പറയാ, 8ാം ക്ലാസ് വരെ മദ്രസ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചിന്തിക്കുന്ന പ്രായം, മനസ്സിലാകുന്ന പ്രായം, അപ്പോഴതൊക്കെ ഇവിടെ വുളു മുറിയുന്ന കാര്യങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിച്ച്? 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും അല്ലേ? അത് വലുപ്പത്തിൽ ഒന്നും കൂടെ പഠിക്കണം. വലുപ്പത്തിൽ ഈ പ്രായത്തിൻ്റെതായ തേട്ടങ്ങൾ, അഡോളസൻസിലേക്ക് കുട്ടി കയറുമ്പോ കുട്ടിക്ക് അവന്റെ ശരീരത്തിൽ മാറ്റം, ശബ്ദത്തിൽ മാറ്റം, സെക്ഷുവൽ തോട്ട്സ്, ലൈംഗികമായ ചിന്ത, തന്റെ ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ, മാക്സിമം അടിച്ചു പൊളിക്കണം. എന്ത് അപകടം സംഭവിക്കുക അത് നോക്കൂല. ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവില്ല. ചെയ്യണം എന്ന മനസ്സേ ഉണ്ടാവുള്ളൂ. ഈ പ്രായത്തിൽ കുട്ടികളെ ശരിക്ക് ഗൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഓൻ വലുതായി ഓനെ വിട്ടാലോ? ഓപ്പൊ കാറ്ററിങ്ങിനൊക്കെ പോകണ്ടേ, ഓൻ പൈസ ഒക്കെ ഉണ്ടാക്കണ്ട, ഓന്റെ കാര്യം ഓന്നെ നോക്കണ്ട, എനിക്ക് ഓനെ കൊണ്ട് ഒരു ഭാരമില്ല. എന്തൊരു സുഖം. അങ്ങനെ ഉണ്ടാവും. കുടുംബത്തിന്റെ തലപ്പത്ത് നമ്മളാണ്. അത് ഓൻ പൈസ ഉണ്ടാക്കണ്ടെങ്കിലും ആ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ട്. അത് നമ്മൾ നിർവഹിക്കണം. ഇല്ലെങ്കിൽ ആ പ്രായത്തിൽ കുട്ടികൾ തെറ്റിപ്പോകും. അതാണ് നമ്മൾ കാണുന്നത്. ഒരു പാർക്കിൽ പോയി ഇരിക്കാൻ പറ്റുമോ? ആളൊഴിഞ്ഞ മലന്റെ മുകളിൽ ഓലുണ്ടാവും, നല്ല കാറ്റിലെടുത്ത് ഓലുണ്ടാവും, നല്ല തണുപ്പിലെടുത്ത് ഓലുണ്ടാവും, ബീച്ചിൽ ഓലുണ്ടാവും, എല്ലായിടത്തും ഓല അണ്ടർലാപ്പോ. ഇത്തിരി പോകുന്ന കുട്ടികളെയും വലിച്ച് ബൈക്കുമ്മ കയറ്റിയിട്ട് അങ്ങനെ നടക്കുക 18ാം വയസ്സിലും 16ാം വയസ്സിലൊക്കെ. അതെന്തുകൊണ്ടാണ്? അഡോളസൻസിൽ അവർക്ക് കിട്ടേണ്ട ശരിയായ ഗൈഡൻസ് കൊടുക്കാത്തോണ്ടാണ്. കൊടുത്താലും പോണ ടീമുണ്ടാവും, പക്ഷെ അധികം ആളുകൾ കൊടുക്കാത്തോണ്ട്. 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളുടെ ക്യാമ്പിൽ പ്രണയത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, പേഴ്സണലി സംസാരിക്കാമെന്ന കുട്ടികൾക്കൊക്കെ ചോദിക്കാനുള്ള അതാ, പ്രണയത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ രക്ഷപ്പെടുന്നത്? പ്രണയിക്കുന്ന രസല്ലേ? അങ്ങനെയാണല്ലോ പറയാ. അതല്ലേ നല്ലത് എന്ന് പറയുമ്പോ അവര് പറയാണ് അതൊക്കെ ഭയങ്കര തെറ്റാന്ന് ക്യാമ്പിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ നമ്മൾ പറയാം 8ാം ക്ലാസ് വരെ മദ്രസ പഠിപ്പിച്ചിക്കണേ എന്ന് വേണ്ട കാര്യമില്ല. 8ാം ക്ലാസ് കഴിഞ്ഞാൽ അതൊന്നും കൂടെ തലയിൽ താറാക്കി കൊടുക്കണ്ടേ. അപ്പൊ നമ്മുടെ നാട്ടിലൊരു CRE ഉണ്ടെങ്കിൽ അവിടെ കുട്ടികളെ കൊണ്ട് ചേർക്കണം. അതിനുവേണ്ട മോട്ടിവേഷൻ കൊടുക്കണം. CRE കഴിഞ്ഞിട്ട് എന്ത് ക്ലാസ്സിന് പോയിട്ട് എന്താ കാര്യം, ഇജ്ജ് നിസ്കരിച്ചൂല, ഈ ജാതി ഡയലോഗൊക്കെ അടിച്ചാൽ പിന്നെ കുട്ടികൾ നന്നാവൂല. അതുകൊണ്ട് നമ്മൾ അതിന് അനുസരിച്ചുള്ള വർത്താനങ്ങൾ പറയണം, അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കണം. അവർക്ക് പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും കൊടുക്കണം. ട്യൂഷൻ ഫീസ് അല്ലേ, സ്കൂളിൽ ഫീസ്, ബാഗ്, കൊട, ബുക്ക്, അവരുടെ ട്രാവലിംഗ് എക്സ്പെൻസ്, അക്കാഡമിക് ഫീസ്, ഇതെന്തെല്ലാം എത്രങ്ങാനും പൈസ ചെലവാക്കണ്ട നമ്മള്. മതം പഠിപ്പിക്കാൻ എത്ര പൈസ ചെലവായാലും കുഴപ്പമില്ല. അതിനൊരു സംരംഭം നമ്മൾ തന്നെ തുടങ്ങി അവിടെ വെൽ ഫെസിലിറ്റി എല്ലാം ഒരുക്കി സെറ്റപ്പോടെ നടത്തണം. കുട്ടികൾക്ക് കറക്റ്റ് കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കുക കുട്ടികൾ. ഒരിക്കൽ ഭയങ്കര ചിന്തയുള്ള അങ്ങനെ ആലോചന നടത്തുന്നവർ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ജീവിക്കണ്ടേ, നമ്മൾ വേറൊരു ഇഷ്ടത്തിനനുസരിച്ചാണോ ജീവിക്കണ്ടേ? ഇതൊക്കെയാണോ ഒരു തലയിൽ കുത്തി വെക്കണേ. ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് മാക്സിമം അടിച്ചു പൊളിച്ചോ. ലൈഫ് ഷോർട്ടാണ്, അതുകൊണ്ട് മാക്സിമം അത് രുചിച്ചോ. ഇതൊക്കെയാണ് കുട്ടികളുടെ തലച്ചോറിൽ കുത്തിയേക്കണ ആശയങ്ങൾ. അപ്പൊ അവിടെയൊക്കെ കറക്റ്റ് ഇങ്ങനെ ഉള്ളി തോലടിക്കണ മാതിരി തോല് പൊളിച്ച് കറക്റ്റ് പഠിപ്പിച്ചു കൊടുക്കണം എന്താണിത് എന്നൊക്കെ. ഇപ്പൊ വിവാഹപ്രായം 21 ആക്കി. കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കി, 21 ആണോ 18 ആണോ? അതിനൊരു ആൻസർ ഉണ്ടാവും. ആ ആൻസർ വരുമ്പോ ഓൽക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. എന്തിനാണ് 18 നിന്ന് 21 മാറ്റിയത്? ഇപ്പൊ ആൺകുട്ടികളുടെ ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് പെൺകുട്ടികൾ ഇപ്പൊ നല്ല സുഖം കയറുന്നുണ്ട്. ഇപ്പൊ കുരങ്ങൻ പറഞ്ഞ മാതിരി വാല് മുറിഞ്ഞപ്പോ ഇപ്പൊ ഓടാൻ നല്ല സുഖം കയറുന്നു, ഇല്ലെങ്കിൽ വാലൊരു തടസ്സമായിരുന്നു. അതേപോലെ ഇപ്പൊ നല്ല കംഫർട്ടാണ്. അപ്പൊ അവർക്ക് കറക്റ്റ് പഠിപ്പിച്ചു കൊടുക്കണം. എന്തിനാണ് പെണ്ണിനെ ആണിന്റെ ഡ്രസ്സ് ധരിപ്പിക്കുന്നത്? ഇവിടെ പെണ്ണിനും ആണിനും ഒരു ഈക്വലൻസി കിട്ടാൻ, ശരിയായ നീതി കിട്ടാൻ, പെണ്ണ് ആണിന്റെ വേഷം കെട്ടണം പറഞ്ഞാൽ അതിനേക്കാളുള്ള തരം താന്ന പരിപാടി ഉണ്ടോ? ഒരു വീട്ടിൽ പൂവൻ കോഴിയുണ്ട്, പിടക്കോഴിയുണ്ട്.
പെടക്കോഴി മുട്ട കൊടുക്കും. അതുകൊണ്ട് വീട്ടുടമ വിചാരിക്കുകയാണ് നാളെ മുതൽ പൂവൻ കോഴിക്ക് ഭക്ഷണമല്ല, മുട്ടട്ടെങ്കിലും എനിക്ക് ഭക്ഷണം തരുള്ളൂ എന്ന് പറഞ്ഞാൽ പൂവൻ കോഴി നാളെ മുട്ടടാൻ നോക്കണം. അവനവന്റെ അസ്തിത്വം കളഞ്ഞു കുളിച്ചിട്ടാണോ ഡ്രസ്സ് അവകാശം കിട്ടേണ്ടത്? പെണ്ണ് പെണ്ണായി നിന്നുകൊണ്ട് തന്നെ അവകാശം കിട്ടണം, ആണ് ആണായി നിന്നുകൊണ്ട് തന്നെ അവകാശം കിട്ടണം. അത് കറക്റ്റ് പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് മനസ്സിലാവും ചെയ്യും. അതുകൊണ്ട് തർബിയത്താണ് ഏറ്റവും അധികം നമ്മൾ കൊടുക്കണം. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കറക്റ്റ് ഗൈഡ് ലൈൻ കൊടുത്തില്ലെങ്കിൽ തെറ്റിപ്പോവും, 100% ഉറപ്പാ. അതുകൊണ്ട് നമ്മൾ അതിനുള്ള മാർഗങ്ങൾ തേടുക, നമ്മൾ നമ്മുടെ വീട്ടിൽ അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കിട്ടേണ്ട കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന് സ്നേഹമാണ്. സ്നേഹം, ബഹുമാനം. കുട്ടികളെ ആളുകളുടെ ഇടയിൽ വെച്ച് പുച്ഛിക്കരുത്. ഇപ്പൊ ഭയങ്കര കച്ചറക്കാരനാ, ഇരിക്കണം നോട്ടം നോക്കണ്ട, നിങ്ങൾ പോയാൽ ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും. ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് ഇവനെ കുറിച്ച് എന്താ പരിചയപ്പെടുത്തി, ഭയങ്കര കച്ചറക്കാരനാണ്, അത് അപമാനിക്കുന്നതിന് തുല്യാണ്. ബഹുമാനിക്കണം. കുട്ടികൾ ആത്മാർത്ഥമായി സ്നേഹിക്കണം. പിന്നെ നമ്മൾ ആരെ സ്നേഹിക്കണേ? കുട്ടികളുടെ സ്നേഹം കൊണ്ടല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഈ വെയിലത്ത് പണിയെടുക്കണമെന്നാണ് നമ്മൾ ചോദിക്കണേ, അല്ലേ? പക്ഷെ കുട്ടിക്ക് മനസ്സിലാവണം, അതായി പറയണേ. നമ്മൾ സ്നേഹിക്കേണ്ടത് നമുക്ക് തോന്നിയാൽ പോരാ, കുട്ടിക്ക് മനസ്സിലാവണം. ഭാര്യമാര് പറയും ഞാൻ മൂപ്പരെ അങ്ങേറ്റം സ്നേഹിക്കേണ്ടത്, പക്ഷെ മൂപ്പരെ പറയണ്ടേ നിങ്ങളല്ല. നിങ്ങൾ പറയണ ഓളെ ഞാൻ അങ്ങേറ്റം സ്നേഹിക്കേണ്ടത്, നിങ്ങളല്ല പറയണ്ടേ ഓളെ പറയണ്ടേ. ഇതുപോലെ മക്കളെ സ്നേഹിക്കേണ്ടത് മക്കള് പറയണം. അപ്പൊ സ്നേഹം കൊടുക്കണം. നഷ്ടമുണ്ടോ? അതിന് നഷ്ടമുണ്ടോ? ഒന്ന് ചേർത്ത് പിടിച്ച് ഉമ്മക്കാൻ എന്താ പ്രശ്നം? പൈസ ചെലവുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് എന്നൊരു 100 വട്ടം പറയാൻ, അതൊക്കെ പറയണം. അപ്പൊ കുട്ടീന്റെ മൈൻഡിൽ സെറ്റ് ആവും, എന്റെ ഉമ്മക്കിന്റെ ഭയങ്കര ഇഷ്ടമാണ്. അത് പറഞ്ഞുകൊണ്ടേ നിൽക്കണം, അത് പ്രകടിപ്പിച്ചുകൊണ്ടേ നിൽക്കണം. അത് നമ്മുടെ എല്ലാറ്റിലും കാണണം. നമ്മളെന്താ ചെയ്യാ? അയലോക്കുന്ന ഒരു കുട്ടി വന്നു, ചായ ഗ്ലാസ് കൊടുത്തു, കുട്ടീന്റെ കയ്യിൽ നിന്ന് പൊട്ടി. നമ്മളെന്താ പറയാ? അതൊരു ഗ്ലാസ് അല്ലേ, അതിന് വാങ്ങിയാൽ കിട്ടൂല എന്നൊക്കെ പറയും. അത് നമ്മളെ കുട്ടീന്റെ കയ്യിൽ നിന്ന് പൊട്ടിയാലോ? അത് ഗ്ലാസ്സും അല്ല, വാങ്ങിയാൽ കിട്ടൂല, ഭയങ്കര പൈസയാണ്, താഴെ വീണ ഫുട്ബോൾ പോലെ മേലേക്ക് വരണം എന്നാ നമ്മുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോഴും സാധനം ഒന്നല്ലേ. അപ്പൊ നമ്മൾ പറയും സാധനങ്ങൾ സൂക്ഷിക്കാൻ കുട്ടിയെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിക്കല്? സാധനം സൂക്ഷിക്കാൻ വേറെ തന്നെ പഠിപ്പിക്കണം, അല്ലാതെ ഇങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടേക്ക് നമ്മൾ സ്നേഹിക്കുന്നു എന്നത് കുട്ടിക്ക് മനസ്സിലാവണം. സ്നേഹിക്കുന്ന ആള് എപ്പോഴെന്താ ചെയ്യാ? പോസിറ്റീവ്സ് ഇങ്ങനെ പറയും, അല്ലേ? സ്നേഹിക്കുന്ന ആള് പോസിറ്റീവ്സ് അല്ലേ പറയാ, കുറ്റം പറയൂ. അപ്പൊ നമ്മൾ മക്കളുടെ പോസിറ്റീവ് പറയണം. ആൾറെഡി എല്ലാവരുടെയും നോട്ടം നിസ്കരിച്ചില്ലല്ലേ, എഴുതിയില്ലല്ലേ, പല്ലേച്ചില്ല, ചോറയിച്ചില്ല. ഈ ഇല്ല 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 എന്നല്ലാത്ത വേറെന്തെങ്കിലും പറയാൻ പഠിക്കണമാണ്. നമ്മൾ ശ്രദ്ധിക്കുക കുട്ടിയിൽ എന്ത് പോസിറ്റീവാണുള്ളത്. കുട്ടി സ്കൂൾ വിട്ട് നേരെ വന്ന് ബാഗ് ഇങ്ങനെ എറിയണത് മാറ്റിയിട്ട് ഓനോന്റെ ടേബിൾ കൊണ്ടുവച്ച് പോസിറ്റീവ് അല്ലേ, അത് നമുക്ക് പറഞ്ഞൂടെ? മാഷാ അല്ലാ പറഞ്ഞൂടെ? അതിനൊരു മാഷാ അല്ലാ കൊടുത്താല് കുട്ടി നേരെ പോയിട്ട് ഡ്രസ്സ് അയച്ചിട്ട് ആ അലക്കാൻ കൊണ്ടുവച്ച കൊട്ടല്ലേ അയി കൊണ്ടേയിടും, എന്നിട്ട് നേരെ പോയിട്ട് അവൻ കുളിക്കും. അതിനും നമ്മൾ സപ്പോർട്ട് കൊടുത്താല് അടുത്ത കാര്യം അവൻ പ്രോപ്പറായിട്ട് ചെയ്യും. അല്ലാതെ നമ്മൾ ചെയ്യണില്ല പറഞ്ഞാല് ബാക്ക് പോവാ ചെയ്യും. പിന്നെ കുറെ കഴിഞ്ഞാൽ കുട്ടിക്ക് തന്നെ തോന്നും ഞാനൊന്നും ചെയ്യാത്തവനാണ്, ഇന്നൊന്നിനും പറ്റാത്തവനാണ്, ഞാൻ അനുസരിക്കാത്തവനാണ്, ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എപ്പോഴും അങ്ങനെയാ. എന്ത് വർത്താനാണ്? എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ആ വർത്താനങ്ങളൊക്കെ കുട്ടിയുടെ മൈൻഡിൽ സെറ്റ് ആവും, കണ്ടീഷൻ ചെയ്യപ്പെടാറ്. കണ്ടീഷൻ ചെയ്യപ്പെടാന്നായി പറയാം. നമ്മൾ പറയുന്ന നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കുട്ടിയുടെ ഉള്ളിലേക്ക് പോകും. അപ്പൊ കുട്ടിക്ക് തന്നെ തോന്നും ഇന്നൊന്നിനും പറ്റൂല, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഓ ഭയങ്കര ഉഷാറാണ്, ഞാൻ മോശമാണ്, എന്റെ താത്തിന്റെ കാക്കയ്ക്ക് ഉഷാറാണ്, പക്ഷെ ഞാൻ മോശമാണ്. അതൊക്കെ മാറ്റിയെടുക്കാൻ എന്താ പണിയറിയെങ്കിൽ പ്രൊഫഷണൽ സ്റ്റുഡൻസ്, പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥി വന്നിട്ട് പറയാണ് എനിക്ക് ആരോട് സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് എന്റെ ഇന്നറിവ് അനക്കാൻ പോലും പറ്റൂല. എന്തേ കാരണം? എന്റെ വാപ്പിന്റെ അമ്മയും 8ാം ക്ലാസ് എന്നെ വീട്ടിൽ നിന്ന് പിടിച്ചു, അതിനുശേഷം ഞാൻ അങ്ങനെ ആയത്. എടാ എനക്കെന്താടാ എന്റെ ഡ്രസ്സൊന്ന് വെള്ളത്തിലിട്ടിട്ട് കല്ലുമ്മ വെച്ച് സോപ്പ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് പിന്നി വക്കലിട്ടിട്ട് ഒന്ന് ഒലിമ്പിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇങ്ങനെ ചിക്കാൻ എന്താ എനിക്ക് പ്രശ്നം എന്ന് ചോദിച്ചാല് അത് എനിക്കയില്ല, അത് സെറ്റായി. എങ്ങനെ മനസ്സിലായ? അതുകൊണ്ട് നമ്മൾ കുട്ടികളുടെ പോസിറ്റീവ്സിലേക്ക് നോക്കണം, ഗുണങ്ങളിലേക്ക് നോക്കണം. ഒരു കുട്ടിക്ക് 100 കണക്കിന് ഗുണങ്ങളുണ്ട്.
അതിലേക്ക് നമ്മൾ നോക്കാത്തത് കൊണ്ടാണ് ഫ്രണ്ട്സിലേക്ക് കുട്ടി അട്രാക്റ്റഡ് ആവുന്നതും പാരന്റ്സിന് അകന്നു പോണതും. 10ൽ 8 മാർക്ക് കൊണ്ടുവന്നാ നമ്മളെന്താ ചോദിക്ക? 2 മാർക്ക് പോയില്ലേ, എന്തിപ്പോ പോയി, എവിടെയപ്പോ പോയി, അജെന്ത് നോക്കിയില്ലപ്പോ, ഇജെന്ത് എഴുതിയില്ലപ്പോ? പോയത് പോനും അറിയാലോ. ഇവന് പോയി മങ്ങൾ കൂടിയിട്ട് എന്താ കാര്യം? ചിലർക്ക് അപ്പുറത്തെ ഓന് എന്ത് ഉഷാറാണ്, ഓൻ എന്റെ മാതിരി തന്നെയല്ലേ എന്നൊക്കെ പറയും. ഓനല്ലേനേക്കാളും സൗകര്യമല്ലേ എനിക്ക്, ഓനും അറിയാം ഓൻ ഉഷാറാണെന്ന്. നമ്മൾ ഓൻ ഉഷാറാന്നിട്ട് ഇപ്പൊ ഉഷാറാവൂ? നമ്മൾ പറയണ്ട ഇജ്ജു ഉഷാറാണെന്ന്. മനസ്സിലായില്ലേ? നീ ഉഷാറാണ്, നീ സൂപ്പറാണ്, നീ നല്ല കുട്ടിയാണ്, നീ നല്ല ബുദ്ധിമാനാണ്, നീ നല്ല സൗന്ദര്യമുള്ള ആളാണ് നമ്മൾ പറയണം. കണ്ണാടിന് മുമ്പിൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിട്ട് കോലം കണ്ടാൽ മതി എന്നാ നമ്മൾ പറയാ. മാറ്റി ഒരുങ്ങി റോട്ടിലിറങ്ങിയപ്പോ ചെക്കന്മാർ പറഞ്ഞ എന്താ പറയുക? ക്യൂട്ട് ആയിക്കണല്ലോ, ബ്യൂട്ടി ആയിക്കണല്ലോ, അടിപൊളി ആയിക്കണല്ലോ. ആരപ്പ പോവാ? നല്ല ശ്രദ്ധിക്കുക. നമ്മൾ കണ്ണാടിന് മുമ്പിൽ ഒരുങ്ങിയിട്ട് മുടിയൊക്കെ ചീകി താടിക്ക് ഉഷാറാക്കി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കണം. എന്തിനാ? നമ്മൾ ഉഷാറായിക്കണമെന്ന് തോന്നാനല്ലേ? കുട്ടിയെ തന്നെ നിൽക്കണേ. ഇപ്പൊ നിങ്ങൾ ആജാതി കമന്റുകൾ കൊണ്ട് കുട്ടികൾക്ക് നെഗറ്റീവ് ഉണ്ടാവുക. എന്താ കുട്ടി ഗ്ലാമർ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് കുഴപ്പമുണ്ടാവും? എന്റെ കുട്ടി നല്ല ഗ്ലാമറാണ് പറയാൻ കുഴപ്പമുണ്ടാവും? അതിലെന്ത് തെറ്റുണ്ടോ? മതപരമായിട്ട് തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അതുകൊണ്ട് കുട്ടിയിലുള്ള എല്ലാ പോസിറ്റീവ്സും നമ്മൾ പറയാ. 10ൽ 8 മാർക്ക് കിട്ടിയോ? മാഷാ അല്ലാഹ്. ഇത്ര വായിച്ചപ്പോ എനിക്ക് 8 മാർക്ക് കിട്ടിയെങ്കിൽ കുറച്ചും കൂടി വായിച്ചാൽ എനിക്ക് 10 മാർക്ക് കിട്ടും. അടുത്തിന് നമുക്ക് പൊളിക്കണം. അപ്പോഴാണ് എന്റെ കൂടെ എൻ്റെ അമ്മച്ചിൻ്റെ അപ്പച്ചിണ്ട് ആ ഫീലിംഗ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് ഏതാ ചങ്ങന്മാര് വെറുതെ അല്ലെ? നമ്മളെ ഫീലിംഗ് മനസ്സിലാക്കാത്തൊരു ടീം അങ്ങനെ തോന്നുക. അതുകൊണ്ട് പോസിറ്റീവ്സ് നോക്കുക, സ്നേഹം കൊടുക്കുക. വെറുതെ അനാവശ്യമായിട്ട് വരിഞ്ഞു മുറുക്കരുത്. വൈകുന്നേരം എന്നോട് ഞാൻ എന്നും പറയണ, വൈകുന്നേരം കഴിച്ചാൽ നിൽക്കണ്ട, എഴുതിക്കോ. അങ്ങനെ ഇതൊന്നും വേണ്ട. തപ്പത് അങ്ങനെ ഒരു എഴുത്തുണ്ടോ? വൈകുന്നേരം കുറച്ചു നേരം കളിച്ചോട്ടെ, എന്ത് കുഴപ്പം? ഒരു കുഴപ്പം സംഭവിക്കൂല. കുട്ടി കുറച്ച് കളിക്കൊക്കെ വേണം. നമ്മൾ കളിച്ചില്ലേ കുറെ? അപ്പൊ അനാവശ്യമായിട്ടുള്ള വരിഞ്ഞു മുറുക്കലുകൾ നമ്മൾ ഒഴിവാക്കണം. ഹലാലായിട്ടുള്ള എന്റർടൈൻമെന്റിന് അവർക്ക് അനുവാദം കൊടുക്കണം. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ പൂർണ്ണമായിട്ട് ഇസ്ലാമികമായിട്ട് ടൂറൊക്കെ പോവാ. എന്നാലും ചില പാരന്റ്സ് ഈ ടൂർ പോകേണ്ട സ്കൂളിൽ നിന്ന് പറയും. എന്താ നമ്മൾ പോകണ്ടറിയാൻ കാരണം? അതിൽ പാട്ടും കൂത്തും സിനിമയും ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും കലർന്ന് തോന്നിയാസായിരിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ പോകണ്ടറിയണേ? അതില്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ വിട്ടൂടെ? കുഴപ്പമുണ്ടോ? ഇസ്ലാമികമായിട്ട് പോണപ്പോ ഒരു സ്കൂൾ ഓഫ് ഖുർആൻ ഒരു ടൂർ പോവാണ്. എല്ലാ ഉസ്താദുമാരൊക്കെ കൂടി കുട്ടികളെ കൊണ്ടുപോവാ. സ്കൂളിൽ നിന്ന് ടൂർ ആവാൻ പറ്റും? അങ്ങനൊന്നുമില്ല. അതിന്റെ കാരണം കൊണ്ടാണ് പോകണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ അനാവശ്യമായിട്ടുള്ള വിലങ്ങുകൾ നമ്മൾ ഒഴിവാക്കി, അനുവദിച്ചത് നമ്മൾ അനുവദിക്കണം. ഒരാൾ പറഞ്ഞത് എന്താ വെച്ചാൽ, സ്നേഹിച്ച കുട്ടി പുടുത്തം വിട്ടു പോകുന്ന വെച്ചൊരു പേടിയും. എന്നാൽ അള്ളാന്റെ റസൂൽ കുട്ടികളെ നല്ലോണം സ്നേഹിച്ചിന്. നബി ഇങ്ങനെ വീട്ടിക്ക് വരും, ഫാത്തിമന്റെ വീട്ടിൽ. എന്നിട്ട് ചോദിക്കാം, പുറത്തുനിന്ന് വിളിച്ചു ചോദിക്കാൻ എന്താ അറിയോ? കുട്ടികളുണ്ടോ? നബിക്ക് അത്ര ഇഷ്ടമായിരുന്നു കുട്ടികളെ. നബിന്റെ കുട്ടികൾ, നബിന്റെ പേരെ കുട്ടികൾ മാത്രമല്ല, എല്ലാ കുട്ടികളെയും. നബിന്റെ മടിയിലാണ് എല്ലാ കുട്ടികളും വളർന്നത്. നബി നിസ്കാരത്തിന് സുജൂദ് കിടന്നല്ലേ തലയിലിരുന്നിട്ട്? അത് നബിന്റെ കുട്ടിയൊന്നല്ല. അത്രയും ഇഷ്ടമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? കുട്ടികളെ വരിഞ്ഞു മുറുക്കി അകറ്റുന്ന സാഹചര്യം ഉണ്ടാകരുത്. എപ്പോഴും ചീത്ത വിളിച്ച്, എപ്പോഴും അടിച്ച്, അല്ലെ? തൊട്ടില് മുതൽക്ക് കിട്ടി തുടങ്ങും അടി. അതുകൊണ്ട് കുട്ടികൾ പറയും, സാറേ അടിച്ചോ, ബോശ്യം വേണ്ട അറിയും, ടൈം ബീക്കണേ. കാരണം തൊട്ടിൽ മുതലേക്ക് കിട്ടി തുടങ്ങിയ സാധനമാണ്. എന്തിനാണ് ഈ അടി അറിയണത്? എപ്പോഴും ഉപയോഗിക്കാനുള്ള സാധനം അല്ല. പിന്നെ ചില ആൾക്കാർ നാലും പേറും, ഇപ്പച്ചിനെ കുട്ടി കൊണ്ട് വരി, ഇപ്പച്ചി അങ്ങനെ ദേഷ്യം പിടിച്ച് പഠിച്ചാട്ടോ, പിന്നെ എത്തിനപ്പങ്ങൾ അടിച്ചത്. അപ്പൊ ആ ജാതി പരിപാടിയൊക്കെ ഒഴിവാക്കി. അടിക്കണ്ടെന്നൊന്നും പറയണില്ല. അടിക്കുമ്പോ ബോധത്തോടെ അടിക്കണം. എലിയും കൂടെ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ, കുട്ടികളെ ഭാവിയിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആ തന്ത അടിച്ചു കറിയുമ്പോൾ മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് അടിക്കല് കുറക്കുക. അടിക്കുന്നെങ്കിൽ എന്തിനടിച്ചു എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. കാരണത്തിനാണ് അടിച്ചത്, അല്ലാതെ ദേഷ്യം തീർക്കാനല്ല അടിച്ചത് എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടണം. അത് ഞാൻ കച്ചറ കഴിച്ചിട്ട് തന്നെയാണ് കിട്ടിയതെന്ന് പറയും. ഉമ്മക്ക് ദേഷ്യം പിടിച്ച അപ്പ അടിയാണ് എന്നല്ല തോന്നുന്നത്. ഈ വായിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഈ പഠനത്തോട് മടുപ്പുണ്ടാണ് തന്നെ വായിപ്പിച്ചിട്ടേക്കാരോ പെരീന്ന് അല്ലേ? ചവിട്ടി കുത്തിയിട്ടല്ലേ പഠിപ്പിക്കുക. ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം അതിനോട്. അപ്പോഴേ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ മടുത്തിട്ടാണ് സംസാരിക്കണമെങ്കിൽ, നിങ്ങൾ മടുത്തിട്ടാണ് കേൾക്കണമെങ്കിൽ ഇത് മുന്നോട്ട് പോല. കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം. അപ്പോഴേ കുട്ടി എന്ത് ചെയ്യുള്ളൂ? പഠിക്കാൻ ഇഷ്ടപ്പെടുള്ളൂ. നല്ല സപ്പോർട്ട് കൊടുക്കുക. 2 മണിക്കൂർ കൊണ്ടാണ് കുട്ടി ഒരു കാര്യം എഴുതിയതെങ്കിലും
മാഷാ അല്ലാ വേഗത്തിൽ എഴുതിയാലോ, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ, അടിപൊളിയാണല്ലോ, അങ്ങനെ കൊടുക്കണം. നമ്മളെന്താ ഉമ്മച്ചി എഴുതി, എന്നാ പല്ലേച്ച് ചോറച്ച്, അല്ല ചോറച്ച് പല്ലേച്ച് കടന്നു പറയും. എഴുതിയതൊന്ന് നോക്കിയിട്ട് അടിപൊളി എഴുത്താണല്ലോ, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ, മാഷാ അല്ലാ, ഒന്ന് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ച് കുട്ടിക്കൊന്ന് വേണ്ടി പ്രാർത്ഥിച്ച്, അങ്ങനെയൊക്കെയല്ലേ കുട്ടികൾ ഉഷാറാവുള്ളൂ. നമ്മളിങ്ങനെ എത്തിരി പോകുന്ന തറട്ടിട്ട് അയിമ ബുർജ് ഖലീഫ ഉണ്ടാക്കണം പറഞ്ഞാൽ നടക്കോ? കുറച്ച് നമ്മളൊക്കെ ശ്രദ്ധിച്ചുണ്ടാക്കുമ്പോഴല്ലേ അയിമ വലുതുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എപ്പോഴും അടിച്ച്, എപ്പോഴും ചീത്ത പറഞ്ഞ്, എപ്പോഴും വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത് എന്നാണ് പറയാനുള്ളത്. തെറ്റ് തിരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അനാവശ്യമായ അഡിക്ഷൻസ് കാര്യങ്ങൾ ഒഴിവാക്കണം. വീട്ടിൽ കുട്ടിക്ക് ഇസ്ലാമികമായി വളരാനുള്ള ചുറ്റുപാടുണ്ടാക്കണം. സിനിമയും സീരിയലും ഇതൊക്കെ നടക്കുന്ന വീടാണെങ്കിൽ കുട്ടികൾ വടക്കായി പോകും, ഒരു സംശയവുമില്ല. ദീനിന്റെ നല്ല നല്ല കാര്യങ്ങൾ മുഴങ്ങി കേൾക്കുന്ന വീടാവണം. പീസ് റേഡിയോ പ്ലേ ചെയ്ത് വെച്ചാൽ പാട്ട്, ഖുറാന്, പ്രസംഗം എല്ലാം കേൾക്കാം. അപ്പൊ അങ്ങനത്തെ നല്ലൊരു ചുറ്റുപാട് വീട്ടിലുണ്ടാകും. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിൽ ഒട്ടിക്കാൻ കുറച്ച് സ്റ്റിക്കർ വേണം, അത് ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചുതരാം. എന്നിട്ട് മൂപ്പരൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മൂപ്പരത് ഡിസൈൻ ചെയ്ത് ഫുള്ള് അയച്ചു തന്നിട്ടുണ്ട്. എന്ത് തെറ്റുണ്ടോ നോക്കാൻ. എന്നിട്ട് അത് മൂപ്പർക്ക് പ്രിന്റ് എടുക്കാനാണ് പറഞ്ഞത്. വീട്ടിൽ എല്ലായിടത്തും ഒട്ടിച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. പുതിയ പെയിന്റ് ആണ്, ഒട്ടിച്ചാ ചുമര് കേടരും, ദിക്റും തൂയില്ലാത്തൊരു പെയിന്റ് എന്തിനാ? അപ്പൊ അങ്ങനത്തെ ഒരു ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കണം വീട്ടിൽ. മനസ്സിലായോ? ഒരു ചിട്ട, ഒരു ടൈം ടേബിൾ, അതൊക്കെ ഉണ്ടായി പോകുമ്പോഴാണ് കുട്ടികൾ നന്നായിട്ട് മുന്നോട്ട് പോകാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്ന്, നമ്മളിലുള്ള ദീന് നമ്മൾ ശ്രദ്ധിക്കണം. 2, നമ്മൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം നമ്മൾ ശ്രദ്ധിക്കണം. 3, മക്കൾക്ക് കൊടുക്കേണ്ടത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കണം. 4, വീട്ടിൽ നല്ല ഇസ്ലാമികമായ ചുറ്റുപാടിൽ അവർ വളരുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കണം. 5-ാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂളും അവരുടെ ഫ്രണ്ട്സുമാണ്. സ്കൂളും ഫ്രണ്ട്സും എന്താണ് അവിടുത്തെ കൾച്ചർ, എന്താണ് അവരുടെ കൂട്ട്, എന്താണ് അവരുടെ അവസ്ഥകൾ, ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം. സംശയിക്കണമെന്നോ ഓരെങ്ങനെ പിന്നെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തണമെന്നോ, എൻ്റെ അമ്മക്ക് എന്നെ വിശ്വാസമല്ല എന്ന് അതൊന്നും അല്ല പറയണത്. മറിച്ച് നമ്മുടെ ഒരു കണ്ണ് വേണം. അവരുടെ ശീലങ്ങൾ എന്താണ് നോക്കണം. ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്നുണ്ട്, നമുക്ക് ബൂട്ട് വാങ്ങിക്കൊടുക്കാം, നമുക്ക് പന്ത് വാങ്ങിക്കൊടുക്കാം, നമുക്ക് ജേഴ്സി വാങ്ങിക്കൊടുക്കാം. കളിച്ചാൻ പോയി തിരിച്ചു വരുമ്പോ എത്ര ഗോൾ അടിച്ചു ചോദിക്കാം, അതിലൊന്നും കുഴപ്പമില്ല. നാട്ടുകാർക്കൊക്കെ കളിക്കാരനാണ്, നമ്മളെന്താ പറയാ, കളിച്ചിങ്ങനെ നടന്നോ, പഠിച്ചണ്ട അറിയാം. അപ്പൊ നമ്മൾ ശത്രുവാണ്. ഇത് നല്ല കളിക്കാരാണ് പറഞ്ഞാലേ കളിച്ചോട്ട് എന്തോ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മള് കുട്ടി കളിക്കാൻ പോകുമ്പോഴും അവിടെ കേടുവരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കുക. കലാലയത്തിൽ കുട്ടിയുടെ സ്വഭാവം, കൾച്ചർ, ഇതൊക്കെ ഏത് ടീച്ചേഴ്സും ഉഷാറാണെന്ന് പറയാ. അപ്പൊ അങ്ങനെ കൂട്ടത്ത് പോവാതെ ഒഴിഞ്ഞെന്ന് പോയിട്ട് സത്യത്തിന് എന്താ അവന്റെ അവസ്ഥ ഒന്ന് പറയും, നമുക്ക് ഇതാക്കാനാണ്. അങ്ങനെ സിൻസിയർ ആയിട്ട് ചോദിക്കാം. അപ്പോ ടീച്ചേഴ്സിന് അവനെ കുറിച്ച് ശ്രദ്ധ ഉണ്ടാവും, അവളെ കുറിച്ച് ശ്രദ്ധ ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. അപ്പൊ നിരന്തരമായിട്ട് ടീച്ചേഴ്സുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക, കുട്ടിയെ കുറിച്ച് അന്വേഷിക്കുക, ഫ്രണ്ട്സ് ഒക്കെ നല്ല ഫ്രണ്ട്സ് ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് കുട്ടി കേടുവരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉറപ്പിക്കുക. മനസ്സിലായത്? അതോടൊപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ ദഅവത്ത് സജീവമാക്കുക. നാട്ടുകാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കും. ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാട്ടുകാരെ പഠിപ്പിക്കണം. എല്ലാ കുടുംബവും ഈ ശ്രദ്ധ കാണിച്ചാലേ മക്കൾ നന്നാവുള്ളൂ. നമ്മൾ വീട്ടിൽ സിനിമ അല്ല, മറ്റു കാര്യങ്ങളില്ല, പക്ഷെ കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോ മൂളിപ്പാട്ടും പാടിയ വരിക. എവിടുന്ന കിട്ടിയേ? അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടീനെ കിട്ടിയേ. അപ്പൊ ആ വീടും നന്നാവണം, അപ്പുറത്തെ വീടും നന്നാവണം, നമ്മുടെ സമൂഹം മൊത്തം നന്നാവണം. അതിന് നമ്മൾ ദഅവത്ത് സജീവമായി നടത്തണം. മനസ്സിലായത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്താലാണ് നമുക്ക് നമ്മുടെ മക്കളിൽ റിസൾട്ട് ഉണ്ടാവുക, നമ്മുടെ കുടുംബം ഏറ്റവും നല്ല നിലക്കാവുക. എല്ലാവരും ലിബറൽ ആവുമ്പോൾ നമ്മളും ലിബറലായി പോകുന്ന കുറെ ആഘോഷങ്ങളും കുറെ പരിപാടികളും കുറെ കേക്ക് മുറിയും കുറെ ഫോട്ടോ പോസിങ്ങും ഇതൊന്നും ആയി മാറാതെ ഹലാലായത് മാത്രം ആസ്വദിച്ച് പടച്ച റബ്ബ് പറഞ്ഞ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക, നമ്മുടെ കുടുംബത്തെ ആ വഴിക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല സമാധാനകരമായ ജീവിതം നമുക്ക് ഇവിടെ ഉണ്ടാവും. ഇതേ കുടുംബത്തോടൊപ്പം നമുക്ക് സന്തോഷത്തോടെ പരലോകത്ത് ജീവിക്കാൻ പറ്റും. നാളെ നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് ഈ മക്കൾ ഉണ്ടാക്കും. എൻ്റെ ഉമ്മ ഇപ്പം ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പ്രസംഗിക്കുന്നതിന് എൻ്റെ ഉമ്മക്കും ഉപ്പക്കും കൂലി കിട്ടും. മക്കൾ വലിയൊരു സ്വത്താണ്. ഹാഫിലീങ്ങളായ രക്ഷിതാക്കൾക്ക് പരലോകത്ത് കിരീടവും വസ്ത്രവും ധരിപ്പിക്കപ്പെടും. നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വരുമ്പോ ചോദിക്കും, ഇതെന്താ?
നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ നല്ല ദീനീബോധമുള്ള പണ്ഡിതന്മാരായ ദാഇമാരായ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന നല്ല മക്കൾ അവിടെ ഉണ്ടാക്കിയിട്ടാല് നമ്മൾ ഉണ്ടാക്കിയ വീടൊക്കെ പൊളിച്ചും കുട്ടികള് അന്നത്തെ മോഡൽ ഉണ്ടാക്കും. നമ്മുടെ കാർ ഓല് വിൽക്കും, നമ്മളെ പേരെന്നെ ചിലപ്പോൾ വിറ്റ് പോയി എന്നൊക്കെ വരും. പക്ഷെ പിന്നെ നമുക്ക് ബാക്കിയാണ് ഈ മക്കളാണ്. ഈ മക്കളെ നല്ല നിലയ്ക്ക് വളർത്തിയാൽ അത് നമുക്ക് വലിയൊരു സ്വത്താണ്. ഇല്ലെങ്കിലോ പരലോകത്ത് വെച്ചവർ പറയും, പടച്ചവനെ എന്നെ വൈകേടിലാക്കിയ എന്റെ മാതാപിതാക്കളെ നീ എനിക്ക് കാണിച്ചു തരൂ, ഞാൻ അവരെ കാലിന്റെ അടിയിലിട്ട് ചവിട്ടി മെതിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ സൂക്ഷിക്കുക. ഓവർ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെല്ലാം പടച്ചവനെ ഏൽപ്പിക്കുക. പടച്ചവനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. മക്കൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കലുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കലുണ്ട്. അത്ര ഉറപ്പിച്ചു പറയുന്നു വേണ്ട, മനസ്സറിഞ്ഞ് നല്ല നിലയ്ക്ക് എത്ര മക്കൾക്ക് പ്രാർത്ഥിക്കലുണ്ട്? അപ്പൊ കുറച്ച് കുറവാണ്. മനസ്സറിഞ്ഞ് എല്ലാ സമയത്തും നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2 ഹറമൈനികളുടെ ഇമാമുകളുടെ നേതാവാണ് സുദൈസ്. ഉമ്മന്റെ പ്രാർത്ഥനയാണ്. ഇമാം ബുഖാരി ജന്മനാ ബ്ലൈൻഡാണ്. ബാപ്പ ചെറുപ്പത്തിൽ മരിച്ചു. ഉമ്മയാണ് പോറ്റി വളർത്തിയത്. ലോകം കണ്ട മഹാപണ്ഡിതനാക്കി അദ്ദേഹത്തെ മാറ്റിയത്. അതുകൊണ്ട് നമ്മൾ രക്ഷിതാക്കളുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. മക്കൾക്ക് അനുകൂലമായി പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, മക്കൾക്ക് പ്രതികൂലമായി പ്രാർത്ഥിച്ചാലും ഉത്തരമുണ്ട്. ആ ആയുധം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നന്നായിട്ട് ഉപയോഗിക്കണം. മനസ്സിലായോ? എന്നിട്ട് നമ്മുടെ മക്കളാണ്, നമ്മുടെ ഇണകളാണ്, നമ്മുടെ കുടുംബമാണ് എന്ന പരിഗണനയും സ്നേഹവും കൊടുത്ത് നാട്ടുകാരുടെ മുമ്പിലൊക്കെ നല്ല ഫേസ് കാണിച്ചിട്ട് വീട്ടിൽ കുരങ്ങൻ സ്വഭാവം കാണിക്കണ മാറ്റി നമ്മുടെ വീട്ടിൽ നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും കാഴ്ചവെച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും അള്ളാഹു പൂർത്തീകരിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ ദീൻ അത് പൂർണ്ണമായും ജീവിതത്തിൽ പാലിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവിധ തൗഫീഖും നൽകട്ടെ. റബ്ബിന്റെ ദീനിന്റെ മാർഗത്തിൽ അഹോരാത്രം അധ്വാനിക്കാൻ അള്ളാഹു നമുക്ക് ഇൽമും ഈമാനും തഖ്വയും ആഫിയത്തും എല്ലാം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ ഏറ്റവും നല്ല കണക്കിൽ അതിന് സ്വർഗം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.